മായ ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരു വലിയ ചാപ്റ്ററാണ്, എന്നാലും ത്രൂ സം ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ലൈവായി വരുന്നത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇൻ കേസ് കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്യാം, ലൈവിന് ശേഷം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റേ ഒപ്റ്റിക്സ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആ ക്വസ്റ്റ്യൻ വഴി നമ്മൾ തിയറി ഡിസ്കസ് ചെയ്ത് പോകുന്നു. തിയറി മാത്രമല്ല, ന്യൂമറിക്കൽ എല്ലാം ഇൻക്ലൂഡിങ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 1. The light reflected by a plane mirror may form a real image. സാധാരണ എന്താ പറയാന്നറിയോ, പ്ലെയിൻ മിറർ, ഇതൊരു പ്ലെയിൻ മിററാണെന്ന് വിചാരിക്കാം. ഇതൊരു പ്ലെയിൻ മിറർ, ഇങ്ങനെയാണല്ലോ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുക. സോ ഈ പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എപ്പോഴും എന്തായിട്ടാണ് വരിക, വെർച്വലായിട്ടാണ് വരിക എന്നാണ് സാധാരണ നമ്മൾ പറയാം. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ആക്ച്വലി എന്ത് ഒബ്ജക്റ്റാടാ, റിയൽ ഒബ്ജക്റ്റാണ് അല്ലേ. റിയൽ ഒബ്ജക്റ്റിന് എന്ത് ഇമേജാണ് ഉണ്ടാവുക, വെർച്വൽ ഇമേജാണ് ഉണ്ടാവുക. കാരണം ഇമേജ് നമ്മൾ കാണുന്നത് ബിഹൈൻഡ് ദ മിററാണ്. ഓക്കെ, മിറർ ആകുമ്പോൾ ബിഹൈൻഡ് ദ മിറർ വെർച്വൽ ഇമേജും ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്തും ആയിരിക്കും, റിയൽ ഇമേജും ആയിരിക്കും. ഇനിവിടെ ക്വസ്റ്റ്യൻ, ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ബൈ എ പ്ലെയിൻ മിറർ മേ ഫോം എ റിയൽ ഇമേജാണ്. മേ ഫോം എ റിയൽ ഇമേജ് ഫോം ചെയ്യുമോ, ഫോം ചെയ്യാം. നേരെ തിരിച്ചു വരും, വെർച്വൽ ഒബ്ജക്റ്റിന് റിയൽ ഇമേജ് ഉണ്ടാക്കാം. നേരെ തിരിച്ചു വന്നൂടെ, റിയൽ ഒബ്ജക്റ്റിന് വെർച്വൽ ഇമേജ് ഉണ്ടാക്കാം. നേരെ തിരിച്ച് വെർച്വൽ ഇമേജിന് എന്ത് ചെയ്യാം, വെർച്വൽ ഒബ്ജക്റ്റിനെ റിയൽ ഇമേജ് ആക്കി മാറ്റാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം, മനസ്സിലായില്ലെങ്കിൽ. എന്താണെന്നറിയോ, ഇതൊരു മിറർ. ഈ മിററിലേക്ക് ലൈറ്റ് എങ്ങനെ വരുന്നു, ഓപ്ഷൻ 1 നോക്കിക്കേ. ഈ റേ ഇൻസിഡൻറ്റ് ഓൺ ദ മിറർ ആർ ഡൈവേർജിങ്. മിററിലേക്ക് വന്ന് വീഴുന്ന റേ എന്താകുന്നു, ഡൈവേർജിങ് ആണെങ്കിൽ, അതായത് ഇവിടുന്നാണ് ലൈറ്റ് റേ പോകുന്നത്. സോ ഡൈവേർജിങ് ആണെങ്കിൽ ആക്ച്വലി ഇവിടെ ആയിരിക്കും ആരുള്ളത്, ഒബ്ജക്റ്റ് ഉള്ളത്. സോ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ദൂരേക്ക് പോവുക. സോ ഇതെന്താണ്, റിയൽ ഒബ്ജക്റ്റാണ്. സോ റിയൽ ഒബ്ജക്റ്റിന് ഇമേജ് എവിടുന്ന് വരിക, ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് റേ എവിടുന്ന് പോകുന്ന പോലെ ഉണ്ടാവുക, ഇമേജിൽ നിന്ന് പോകുന്ന പോലെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഒന്നാമത്തെ കേസിൽ എന്താകുന്നു, എന്ത് ഇമേജാണ് ഉണ്ടാവുക, വെർച്വൽ ഇമേജ് ഉണ്ടാവുക. ക്വസ്റ്റ്യനിൽ റിയൽ ഇമേജിൻ്റെ കാര്യം. സോ ഒന്ന് റോങ് ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണ്, അടുത്ത കേസിൽ if the ray incident on the mirror are converging, നമ്മൾ വരച്ച് നോക്കാം. ലൈറ്റ് റേ കൺവേർജിങ് ആണെങ്കിൽ മിററിലേക്ക് വന്ന് വീഴുന്നു എന്നല്ലേ. സോ ലൈറ്റ് റേ എങ്ങനെ വന്ന് വീഴുന്നു, ഇങ്ങനെ ലൈറ്റ് റേ മിററിലേക്ക് വന്ന് വീഴുന്നു. ഇങ്ങനെ ലൈറ്റ് റേ മിററിലേക്ക് വന്ന് വീഴുമ്പോൾ ഈ ലൈറ്റ് റേ എവിടെ ജോയിൻ ചെയ്യുന്നത് പോലെ ഉണ്ടാകൂ, അപ്പുറത്തെ സൈഡിൽ ജോയിൻ ചെയ്യുന്നത് പോലെ ഉണ്ടാകും. സോ ആ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്തല്ലേ എന്ത് ചെയ്യേണ്ടത്, ഇമേജ് ഫോം ചെയ്യേണ്ടത്. സോ ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരും, ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്കും വരും. സോ എവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്, മിററിൻ്റെ ഫ്രണ്ടിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, റിഫ്ലക്റ്റഡ്. ഓക്കെ, സോ ഈ ഉള്ളിലുള്ള, അതായത് മിററിനകത്തുള്ള സാധനം ഒബ്ജക്റ്റാണ്. അതേത് ഒബ്ജക്റ്റാണ് കുട്ടികളെ, വെർച്വൽ ഒബ്ജക്റ്റാണ്. കാരണം അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. ഇത് ഈ ഫോം ചെയ്യുന്ന സാധനം എന്താണ്, റിയൽ ഇമേജാണ്. എന്താണ്, റിയൽ ഇമേജാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്. റിയൽ ഒബ്ജക്റ്റിന് വെർച്വൽ ഇമേജും വെർച്വൽ ഒബ്ജക്റ്റിന് റിയൽ ഇമേജും ആയിരിക്കും. ഓക്കെ, സോ ആൻസർ ഏതാണ്, ഓപ്ഷൻ 2. ഓക്കെ, ഇനി ഓപ്ഷൻ 3, ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് വെരി ക്ലോസ് ടു ദ മിറർ, ഒബ്ജക്റ്റ് മിററിന് വളരെ അടുത്താണെങ്കിൽ റിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇനിയോ വെർച്വൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ റിയൽ ഇമേജും ആയിരിക്കും. അണ്ടർ നോ സർക്കംസ്റ്റൻസസ് എന്നുള്ളതും തെറ്റാണ്. ഓക്കെ, സംഭവം മനസ്സിലായോ. അപ്പോൾ സിംപ്ലി ഐഡിയ ഉള്ളൂ, റിയൽ ഒബ്ജക്റ്റിന് വെർച്വൽ ഇമേജും വെർച്വൽ ഒബ്ജക്റ്റിന് റിയൽ ഇമേജും ആയിരിക്കും. റിയൽ ഒബ്ജക്റ്റ് ആകുമ്പോൾ ആ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ ഡൈവേർജ് ചെയ്താണ് മിററിലേക്ക് പോവാം. ഓക്കെ, ഞാനിവിടെ ഒന്നാമത്തെ ഡയഗ്രത്തിൽ വേണമെങ്കിൽ ഒന്നുകൂടെ വരക്കാം. ലൈറ്റ് റേ ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് ലൈറ്റ് റേ ഇങ്ങനെ പോകുന്നു. ഇഷ്ടംപോലെ ലൈറ്റ് റേ ഉണ്ടാവും കേട്ടോ, നമ്മൾ 2 മാത്രമേ വരക്കുന്നുള്ളൂ. ആ ലൈറ്റ് റേ എവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പോലെ ഉണ്ടാകും, ഇമേജിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് പോലെ ഉണ്ടാകും. സോ ഇവിടെ ഈ വരുന്നത് പോലെ ഉണ്ടാകുന്ന അറിയുന്നില്ല, അത് വെർച്വലാണ്.
കാരണം ആക്ച്വലി അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. ഈ രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യുന്നു, ലൈറ്റ് റേ കൺവേർജ് ചെയ്ത് മിററിലേക്ക് പോകുന്നു. മിററിന് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് ആരുണ്ടാകുന്നത്, ഇമേജ് ഉണ്ടാകുന്നത്. സോ ഈ ഇമേജ് ആക്ച്വലി എന്ത് ഇമേജാണ്, റിയൽ ഇമേജാണ്, മിററിൻ്റെ ഇൻഫ്രണ്ടിലാണ്. ഓക്കെ, സോ ആ ഇമേജ് ആക്ച്വലി വേറൊരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ആയിരിക്കൂലേ. സോ ഇമേജ് റിയൽ ആകുമ്പോൾ ഒബ്ജക്റ്റ് എന്തായിരിക്കും, വെർച്വലും ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് എന്ന് കൊടുക്കും, അത് തെറ്റാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴേക്കല്ലേ പോണ്ടേ അല്ലേ. ഇതാ, two plane mirrors are inclined to one another at an angle of 60 degree. A ray is incident on mirror M1 at an angle I. The reflected ray from the mirror M2 is parallel to mirror M1 as shown in the figure. Angle of incidence I is. എനിക്ക് വേണേൽ ഇവിടെ തന്നെ വരക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെങ്കിൽ ഞാൻ ഇവിടെ വരക്കുന്നില്ല. ഓക്കെ, ഇതിൽ വരക്കട്ടെ, സിമ്പിളായിട്ട് പരിപാടി ചെയ്യും. ഡയഗ്രം നോക്കിയാൽ തന്നെ ക്ലിയറാണ്. കുട്ടികളെ, ലൈറ്റ് റേ വരുന്നത് ആക്ച്വലി ഇങ്ങനെയാണ്. ഇതാണ് ലൈറ്റ് റേൻ്റെ. ഓക്കെ, അത് നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആയി കൊടുത്തിട്ടുണ്ട്. സോ അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ ആയി തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ മിറർ M2 വന്നിടിക്കുന്നു. M2 വന്നിടിക്കുമ്പോൾ അവിടെ ഒരു നോർമൽ നമുക്ക് ഉണ്ടാക്കിക്കൂടെ. സോ M2 നോർമൽ ഇങ്ങനെ കൊടുത്തു ഞാൻ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. ഓക്കെ, ഇനി ഈ ആംഗിൾ, അതായത് M2 വന്നിടിക്കുന്ന നോർമലിനോടുള്ള ആംഗിൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ M2 നിന്ന് പുറത്തേക്ക് പോകുന്ന ആംഗിൾ എന്തായിരിക്കണം, എക്സ് ആയിരിക്കണം. ശരിയല്ലേ? ഓക്കെ, ഇനി കുട്ടികളെ, ഈ ആംഗിൾ എന്തായിരിക്കും, ഈ ആംഗിൾ എന്താണ്, 60 ഡിഗ്രി. എന്തുകൊണ്ടാണ് ആ ആംഗിൾ 60 ഡിഗ്രി എന്ന് പറയാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ആ ആംഗിൾ 60 ഡിഗ്രി ആയത്? കാരണം ആറ് ഒന്നാമത്തെ മിററിന് പാരലാണ്, M1 പാരലാണ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ലൈറ്റ് റേ. സോ ആംഗിൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. കുട്ടികളെ, ഇത് 60, അപ്പോൾ പിന്നെ എക്സ് എത്ര എന്ന് മനസ്സിലായില്ലേ, കാരണം നോർമലിനോടുള്ള ആംഗിൾ അല്ലേ 60 + x, അപ്പോൾ 90 ഡിഗ്രി അല്ലേ ടോട്ടൽ വരണ്ടേ. സോ എക്സ് എത്ര ഡിഗ്രിയാണെന്ന് മനസ്സിലായി, 30 ഡിഗ്രി. സോ ഈ എക്സ് എത്രയാടാ, 30 ഡിഗ്രി. ആ എക്സ് 30 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും, 60 ഡിഗ്രി. ഓക്കെ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയില്ലേ, അപ്പോൾ ഇതെന്തായി, 60 ഡിഗ്രി. സോ ഐ എന്തായിരിക്കും, 90 + 30 അല്ലേ, 90 + 30 അല്ലേ 60 വരിക, നോർമലിനോടുള്ള ആംഗിൾ അല്ലേ. സോ ഐ എത്ര ഡിഗ്രി വന്നു, 30 ഡിഗ്രി വന്നു. ഓക്കെ, സിമ്പിൾ ട്രിഗണോമെട്രിയാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, സിമ്പിൾ ട്രിഗണോമെട്രിയാണ്, വേറെ ഒന്നും ഇല്ല. ഓക്കെ, ഈ നോർമലിനോടുള്ള ആംഗിളാണ് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാലും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാലൊക്കെ. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. In case of concave mirror, the minimum distance between real object and its real image is. Concave mirror-ന് റിയൽ ഒബ്ജക്റ്റും റിയൽ ഇമേജും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എന്താണെന്ന ചോദ്യം. അപ്പോൾ ഒബ്ജക്റ്റ് ഇമേജ് മിനിമം ഡിസ്റ്റൻസ് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, റിയൽ ഇമേജ് എപ്പോഴും എവിടെ ഉണ്ടാവുക, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററാണ്. അതാണ് വി ക്യാൻ ഫോക്കസ് ഇറ്റ് ഓൺ എ സ്ക്രീനിൽ അത് പതിപ്പിക്കാൻ പറ്റും. അതാണ് റിയൽ ഇമേജ്. മിററിൻ്റെ ബാക്ക് സൈഡിലുള്ള ഇമേജ് വെർച്വൽ ഇമേജ് ആയിരിക്കും. അത് നമുക്ക് കാണാനേ പറ്റൂ, എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റൂല. അതാണ് പ്രശ്നം. ഓക്കെ, സോ ഇവിടെ റിയൽ ഇമേജും റിയൽ ഒബ്ജക്റ്റും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. എന്താണ് ആൻസർ? 0 ആണ്. എന്തുകൊണ്ട് u = -2f ആണെന്ന് വിചാരിക്കുക. അതായത് ഒബ്ജക്റ്റ് എവിടെ, ഒബ്ജക്റ്റ് അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ C. അങ്ങനെയാണെങ്കിൽ u = -2f വരിക. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് വിയും എന്തായിരിക്കും, -2f ആയിരിക്കും. അതായത് ഇമേജും എവിടെയാണ് ഫോം ചെയ്യുക, അറ്റ് C ആയിരിക്കും. ഇമേജും എവിടെയാണ് ഫോം ചെയ്യുക, അറ്റ് C. സോ ഒബ്ജക്റ്റ് ഇമേജ് ഒരേ പൊസിഷൻ ആണെങ്കിൽ, ഒബ്ജക്റ്റ് ഇമേജും ഒരേ പൊസിഷൻ ആണെങ്കിൽ ഒബ്ജക്റ്റ് ഇമേജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 0. സോ അതുകൊണ്ടാണ് ആൻസർ C എന്ന് പറഞ്ഞത്. ആൻസർ 0 എന്ന് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ഇത് വേണേൽ നിങ്ങൾക്ക് പിന്നെ മിറർ ഫോമിൽ വെച്ച് പ്രൂവ് ചെയ്ത് നോക്കാം. 1/f = 1/v + 1/u. ഓക്കെ, 1/, ഏതാ മിറർ, കോൺകേവ് മിററിൽ f മൈനസ് അല്ലേ, നെഗറ്റീവാണ് ഫോക്കൽ ലെങ്ത്. 1/-f = v അറിയില്ല, പ്ലസ് 1/, എന്ത്, -2f. ഓക്കെ, സോ -2f ഇങ്ങോട്ട് വരുമ്പോൾ +2f ആകും. സോ 1/2f - 1/f = 1/v. ഹാഫ് -1 -1/2 അല്ലേ. സോ 1/-2f = 1/v. സോ v = എന്ത് വരും, -2f. കാണുന്നില്ലേ, v = ഓക്കെ. ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം u -2f ആണെങ്കിൽ ഇത് ബേസിക് ആയ കൺസെപ്റ്റാണ്.
അല്ലേ? യു -2f ആണെങ്കിൽ വിയും എന്തായിരിക്കും? -2f ആയിരിക്കും. എന്താ -2f? ലൈറ്റ് ഇൻസിഡൻ്റ് ആകുന്ന അതേ എന്താ പറയുക ഭാഗത്തല്ലേ എന്തുണ്ടാവുക? ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, സി ഇവിടെ. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു നെഗറ്റീവ് ആയിരിക്കൂലേ? അതേ സിയിലാണ് ഇമേജും വരുന്നതെങ്കിൽ വി യു എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A spherical mirror forms an erect image 3 times the linear size of the object. ഓഹോ, ഇമേജ് എന്താന്ന് പറഞ്ഞ 3 times of object size ആണ്. I equal to 3 O എന്നാണ്, 30 അല്ല കേട്ടോ. ഒബ്ജക്റ്റ് സൈസിന് O എന്ന് കൊടുത്തതാണ്. ഓക്കെ, if the distance between object and the image is 80 centimeter, ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 80 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ അതേ സൈഡിലാണോ ഓപ്പോസിറ്റ് സൈഡിലാണോ ഇമേജ് ഉള്ളത് നോക്കേണ്ടത്. ഫോം ചെയ്യുന്ന ഇമേജ് എന്താണെടാ? ഇറക്റ്റ് ഇമേജ് ആണ്. ഇറക്റ്റ് ഇമേജ് എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? മിറർ ആകുമ്പോൾ മിററിൻ്റെ ഫ്രണ്ടിലുള്ള ഇമേജ് എല്ലാം ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. മിററിൻ്റെ ബാക്ക് സൈഡിലുള്ള ഇമേജ് ആയിരിക്കും എന്ത് വരിക? ഇറക്റ്റ് ഇമേജ് വരിക. മിററിൻ്റെ ബാക്ക് സൈഡിലുള്ള ഇമേജ്, അതായത് മിറർ ഏതും ആയിരിക്കണം, നമുക്ക് അറിയില്ലല്ലോ ഏതാ മിറർ എന്ന്. സ്ഫെറിക്കൽ മിററാണ്, കോൺകേവ് ആവാം കോൺവെക്സ് ആവാം, ഒക്കെ നമുക്കറിയില്ല. ഞാനതുകൊണ്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇത് മാത്രം കൊടുത്തു, ഒരു റെക്റ്റാങ്കിൾ മാത്രം വരച്ചു വെച്ചു. ഓക്കെ, സോ ഒബ്ജക്റ്റ് ഇവിടെ, ഒബ്ജക്റ്റ് ഇവിടെ O, ഇത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. ഓക്കെ, ഇമേജ് എവിടെയായിരിക്കും? ഇമേജ് മിററിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും. സോ അതെന്താണ്? ഡിസ്റ്റൻസ് എപ്പോൾ എടുക്കുമ്പോൾ മിററിൻ്റെ സെൻറ്റർ നിന്ന് എടുക്കണേ മക്കളെ, പോൾ നിന്നാണ് എടുക്കേണ്ടത് അല്ലേ? ഓക്കെ, സോ ഇതെന്താണ് വരിക? വി ആ വരും. സോ യു പ്ലസ് വി ആണ് ആക്ച്വലി യുവിൻ്റെയും വിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ 80 സെൻറ്റിമീറ്റർ. ഓക്കെ, യു പ്ലസ് വി എത്രയാണ്? 80 സെൻറ്റിമീറ്റർ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇറക്റ്റ് ഇമേജ് ആകുമ്പോൾ ഒബ്ജക്റ്റും മേലോട്ട് ഇമേജും മേലോട്ട്. സോ മാഗ്നിഫിക്കേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം ആൾ തിരിച്ചു വരുന്നല്ലേ ഉള്ളത്, ആൾ സ്ട്രെയിറ്റ് തന്നെയല്ലേ ഉള്ളത്. സോ മാഗ്നിഫിക്കേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും. സോ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ അത് V/U. V/-V/U ഉണ്ട്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. സോ V/U എത്രയാണെന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? 3 ടൈംസ് അല്ലേ? സോ V = 3U. അതിവിടെ അങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ U + 3U = 80. അപ്പോൾ 4U എത്ര വന്നടാ? 80. അപ്പോൾ U എത്ര വന്നു? 20. ചോദിച്ചത് എന്താണ്? ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ ആണ് ചോദിച്ചത് അല്ലേ? U കിട്ടിയ സ്ഥിതിക്ക് V = 3U അല്ലേ? V = 3U ആകുമ്പോൾ V എന്ത് വരും? 60 വരും. കാരണം മൊത്തത്തിൽ 80 സെൻറ്റിമീറ്റർ അല്ലേ കുട്ടികളെ? മൊത്തത്തിൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 80 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരാളിൻ്റെ മറ്റേ 60 അല്ലേ? ഓക്കെ, ഇനി എന്താ ഫോക്കൽ ലെങ്ത്? ഇനി നമ്മൾ മിറർ ഫോമുല എടുക്കുക. ഫോമുല എങ്ങനെ ചെയ്യുക? 1/f = 1/v + 1/u. 1/f = v, മിററിൻ്റെ ബാക്ക് സൈഡിലായതുകൊണ്ട് പ്ലസ് ആയിരിക്കൂലേ? സോ +60 വരും. പ്ലസ് യു മിററിൻ്റെ ഫ്രണ്ട് സൈഡിൽ മൈനസ് അല്ലേ വരിക? -20. കറക്റ്റ് അല്ലേടാ? ഇത് സോൾവ് ചെയ്ത ആൻസർ കിട്ടി അല്ലേ? സോ ഇത് പല രൂപത്തിൽ സോൾവ് ചെയ്യാം, ഓരോരുത്തർക്കും ഒരു ഐഡിയ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യട്ടെ എന്നറിയാമോ? 16 20 അല്ലേ ഉള്ളത്? സോ ഐ എം മൾട്ടിപ്ലൈങ് വിത്ത് 60. ഇവിടെ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 60/f = 1 - 3 അല്ലേ? 60/f = 1 - 3 എത്രയാ? -2. സോ എഫ് അങ്ങോട്ട് പോകുമ്പോൾ 60/-2 വരും. സോ -30 സെൻറ്റിമീറ്റർ. സോ ഫോക്കൽ ലെങ്ത് എത്രയാണ് വരിക? -30 സെൻറ്റിമീറ്റർ. സോ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? ഇതേത് മിററാണെന്ന് മനസ്സിലായി. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയാൽ അതേത് മിററാകുന്നു കുട്ടികളെ? ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയാൽ അതേത് മിറർ ആകുന്നു? കോൺകേവ് മിറർ ആകുന്നു. ഓക്കെ, സോ -30 സെൻറ്റിമീറ്റർ. സോ ക്വസ്റ്റ്യൻ വായിക്കുക, സൈൻ കൺവെൻഷൻ പ്രോപ്പറായി അപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 സൂം ചെയ്യണോ? ചെയ്യാം. The focal length of a concave mirror is 20 centimeter. Concave mirror focal length 20 centimeter ആണ്. Determine where an object must be placed to form an image magnified 2 times when the image is real. Image real ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. ഇമേജ് റിയൽ ആകുമ്പോൾ ഓബ്ജക്റ്റ് എവിടെ വെക്കണം? അതാണ് ചോദ്യം. ചോദിച്ചത് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, പക്ഷേ കണ്ടീഷൻ ഉണ്ട്, ഇമേജ് എന്ത് ചെയ്യണം? മാഗ്നിഫൈ ചെയ്ത് 2 ടൈംസ് ആകണം. ഓക്കെ, സോ ജനറലി മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ -v/u ആണ്.
ഓക്കെ. സോ റിയൽ ഇമേജ് എല്ലാം എന്തായിരിക്കും? ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. സോ മാഗ്നിഫിക്കേഷൻ നമ്മൾ -2 കൊടുക്കുക അല്ലേ? സോ -2 ഈക്വൽ ടു -v/u അല്ലേ? ഓക്കെ. മൈനസ് വെട്ടി വിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഈക്വലാന്ന് കിട്ടി? 2u ഈക്വലാന്ന് കിട്ടി. ഇനി നമ്മുടെ ഫോർമുല 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u. സോ എഫ് ഏതാ മിറർ? കോൺകേവ്. സോ 1/-20 ഈക്വൽ ടു 1/2u പ്ലസ് 1/u. ഓക്കെ. ഇവിടേക്ക് എന്ത് കൊടുക്കണം? എന്താ കണ്ടുപിടിക്കേണ്ടത്? യു ആ കണ്ടുപിടിക്കേണ്ടത്. സോ കണ്ടുപിടിക്കേണ്ട ആൾക്ക് നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ട. നമുക്ക് അറിയാവുന്ന ആൾക്ക് മാത്രം എന്ത് കൊടുത്താൽ മതി? സൈൻ കൺവെൻഷൻ കൊടുത്താൽ മതി. ഓക്കെ, അതാണ് ബെസ്റ്റ്. കാരണം കണ്ടുപിടിക്കേണ്ട ആൾ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു നെഗറ്റീവ് കൊടുത്താൽ നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവില്ലേ? ഓക്കെ. സോ ഇതെന്ത് വന്നു? 1/-20 ഈക്വൽ ടു ഹാഫ് 1/u ഒരു 1/u 3/2 1/u അല്ലേ വരിക? 3/2u വരും. ഓക്കെ. സോ ഇനി ഇത് സോൾവ് ചെയ്താൽ പോരെ? യു അങ്ങോട്ട് പോട്ടെ കുട്ടികളെ, യു അങ്ങോട്ട് പോട്ടെ, യു അങ്ങോട്ട് പോയി. സോ -3 × 20/2. അപ്പോൾ എന്തായി? 20ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 10 ആയി. -30 സെൻറ്റിമീറ്റർ. സോ യുവിൻ്റെ മൈനസ് ഓട്ടോമാറ്റിക് വന്നാണ്ട. അപ്പോൾ യു നമ്മൾ എന്ത് ചെയ്യേണ്ട? മൈനസ് കൊടുക്കണ്ട. സോ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും വരും. സോ വിച്ച് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് വൺ? ഓപ്ഷൻ 1 ആയിരിക്കും കറക്റ്റ് ആൻസർ. സെറ്റ് അല്ലേ? Question number 6. A point source is placed 15 centimeter away from a convex mirror. മിറർ കോൺവെക്സ് ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ പറഞ്ഞിട്ട് എ വെർച്വൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് 6 സെൻറ്റിമീറ്റർ. വെർച്വൽ ഇമേജ് എന്ത് ചെയ്തു? 6 സെൻറ്റിമീറ്റർ ദൂരേക്ക് ഫോം ചെയ്തു. വെർച്വൽ ഇമേജ് മിററിൻ്റെ ബാക്ക് സൈഡിലായിരിക്കുമല്ലോ. സോ u -15 ആണ്, v എന്തുവാണ്? +6 ആണ്. ഓക്കെ. എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫ് അല്ലേ? r/2 അല്ലേ മിററിന്? സോ r = 2f. സോ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. എല്ലാ ഡാറ്റ ഇവിടെ ഉണ്ട്. ഓക്കെ. മിറർ ഫോർമുല 1/f = 1/v പ്ലസ് 1/u. സോ 1/f = 1/v 1/6 പ്ലസ് 1/-15. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? 6ഉം 15ഉം അല്ലേ? ഒരു 30 വെച്ച് മൾട്ടിപ്ലൈ. ഓരോരുത്തർ ഐഡിയ ആണ് കാൽക്കുലേഷൻ കേട്ടോ. 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ഡിനോമിനേറ്ററിൽ വന്നതും നമുക്ക് പരിഹരിക്കാൻ പറ്റും, 15 വന്നതും പരിഹരിക്കാൻ പറ്റും. സോ 30/f = 30/6 5 അല്ലേ? 30/15 2 അല്ലേ? -2 വരും അല്ലേ? സോ 30/f = 5 - 2, അതായത് 30/f = 3. സോ എഫ് അങ്ങോട്ട് പോയാൽ 30/3 വരും. സോ എഫ് = എത്ര വന്നു? 10 സെൻറ്റിമീറ്റർ വന്നു. ചോദിച്ചത് ഫോക്കൽ ലെങ്ത് അല്ല, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ 2f ആണ്, കാരണം f = r/2 അല്ലേ? സോ 2f ആണ്. സോ എത്ര വരും? 20 സെൻറ്റിമീറ്റർ വരും. ഓപ്ഷനിൽ ആൻസർ ഇല്ലേ? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഐഡിയ കിട്ടിയില്ല? ഓക്കെ. സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. ഇതൊന്നും കൂടുതൽ ഡിസ്കസ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The focal length of a concave mirror is f and the distance from the object to the principal focus is x. ഒബ്ജക്റ്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x. ഓക്കെ. റഫായിട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇത് നമ്മൾ കോൺകേവ് മിറർ. ഇവിടെയാണ് ഫോക്കസ് എന്ന് വിചാരിക്കുക. ഇവിടെയാണ് ആരുള്ളത്? ഒബ്ജക്റ്റ് ഉള്ളത്. സോ ഒബ്ജക്റ്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് x. സോ ഒബ്ജക്റ്റിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ എന്തായിരിക്കും ഇവിടെ? യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഫോക്കൽ ലെങ്ത് അല്ലേ? സോ ഫോക്കൽ ലെങ്ത് പ്ലസ് എക്സ് ഉണ്ടാവും. ഇൻ സൈൻ കൺവെൻഷനാണ്, ഒരു മൈനസും കൊടുക്കണം. യു = -f + x. എന്താ ചോദിച്ചത്? റേഷ്യോ ഓഫ് സൈസ് ഓഫ് ഇമേജ് ടു ദ സൈസ് ഓഫ് ഒബ്ജക്റ്റ്. ഇമേജ് സൈസ് ടു ഒബ്ജക്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മാഗ്നിഫിക്കേഷൻ അല്ലേ ചോദിച്ചത് മാഗ്നിഫിക്കേഷൻ ആണ്. കാരണം ഇമേജ് സൈസ് ടു ഒബ്ജക്റ്റ് സൈസാണ് ചോദിച്ചത്. ശരിയല്ലേ? ഓക്കെ. ഇനി മാഗ്നിഫിക്കേഷൻ അങ്ങനെ ഒട്ടിരിക്കും. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട്, ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് v കണ്ടുപിടിച്ച് m = -v/u കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നറിയാം. ഞാനൊരു ഐഡിയ പറയാം. നിങ്ങൾക്ക് അറിയാം ഐഡിയ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നല്ലേ നിങ്ങൾ വിചാരിക്കട്ടെ കേട്ടോ. അതായത് 1/v പ്ലസ് 1/u അല്ലേ? 1/f. ഓക്കെ. ഇവിടെ നമുക്ക് യു ഉണ്ട്, വീനെ കുറിച്ചൊന്നും പറയുന്നില്ല അല്ലേ? സോ വീനെ ഒഴിവാക്കണം. യു മാഗ്നിഫിക്കേഷൻ കിട്ടിയാൽ വേണം.
അപ്പോൾ യു കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ എന്ത് വന്നു? യു ബൈ വി പ്ലസ് 1 ഈക്വൽ ടു യു ബൈ എഫ്. വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എന്താ വരിക? 1 പ്ലസ് വി ബൈ യു ഈക്വൽ ടു വി ബൈ എഫ് വരും. അപ്പോൾ വി ബൈ യു നമുക്ക് മാഗ്നിഫിക്കേഷൻ ടേമിലേക്ക് ഈസിയായി കൺവേർട്ട് ചെയ്യാം. പക്ഷേ എഫിൻ്റെ മേലെ ഈ വി ബൈ എഫ് ഉണ്ടാവും. അപ്പോൾ യു ഉണ്ടാവില്ല. നമുക്ക് യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു ബാക്കി ഉണ്ടാകും, വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ബാക്കി ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? യു ബൈ വി ഇവിടെ വെക്കുക. അപ്പോൾ എന്തായി? യു ബൈ എഫ് മൈനസ് 1 ആയി അല്ലേ? ഓക്കെ, ഇതെന്ത് ചെയ്യുക? ഒന്ന് ക്രോസ് ചെയ്യടാ. സോ യു മൈനസ് എഫ് ബൈ എഫ് വന്നു. ഇത് യു ബൈ വി. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് വി ബൈ യു അല്ലേ? അപ്പോൾ യു ബൈ വിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൈനസ് കൊടുക്കണം. റെസിപ്രോക്കൽ എടുത്ത എഫ് ബൈ യു മൈനസ് എഫ് ഉണ്ടാവും. എന്നിട്ട് അതിന് മൈനസ് കൊടുത്താൽ മാഗ്നിഫിക്കേഷൻ എന്ത് വരും? എം ഈക്വൽ ടു മൈനസ് എഫ് ബൈ യു മൈനസ് എഫ്. മൈനസ് താഴെ പോട്ടെ. സോ എഫ് ബൈ എഫ് മൈനസ് യു വരും. അതായത് മിററിൻ്റെ മാഗ്നിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഈ ഫോർമുല ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത്തും മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിൽ, തന്നിട്ടുള്ളൂ എങ്കിൽ. ഇനി ഇവിടെ ആ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ അപ്ലൈ ചെയ്യടാ. എഫ് ഏതാ? മിറർ കോൺകേവ് മിറർ. അപ്പോൾ ഫോക്കൽ ലെങ്ത്ത് മൈനസ് എഫ് ഡിവൈഡഡ് ബൈ സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് മൈനസ് എഫ് മൈനസ് യു എന്താണ്? മൈനസ് ഓഫ് എഫ് പ്ലസ് എക്സ്. ഇനി താഴെ ബ്രാക്കറ്റ് പൊട്ടിക്കട്ടെ. മൈനസ് എഫ് ബൈ താഴെ മൈനസ് എഫ്, മൈനസ് മൈനസ് പ്ലസ് ആയില്ലേ? പ്ലസ് എഫ്, പിന്നെന്ത് വരും? ആ മൈനസ് മൊത്തത്തിൽ പ്ലസ് ആയി. അപ്പോൾ പ്ലസ് എക്സും ഉണ്ടാവും. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിച്ചു മക്കളെ? താഴത്തെ പ്ലസ് എഫും മൈനസ് എഫും വെട്ടിപ്പോയി. അപ്പോൾ എന്താ ബാക്കിയുള്ള? എം ഈക്വൽ ടു നോക്കിക്കേ. എം ഈക്വൽ എന്താ ബാക്കിയുള്ള? മേലെ മൈനസ്, മൈനസ് എഫ്, താഴെ എക്സ്. ആൻസർ ആയില്ലേ? മൈനസ് എഫ് പ്ലസ് എക്സ്, മൈനസ് എഫ് ബൈ എക്സ്. ആൻസർ ഉണ്ടാ? വിച്ച് ഓപ്ഷൻ? ഓപ്ഷൻ 2. നിങ്ങളിവിടെ നോക്കിക്കേ. ചില ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അവിടെ പ്ലസ് എഫ് ബൈ എക്സ് ഒരു ഓപ്ഷൻ ആൻസർ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തടാ. ഓക്കെ, ക്ലിയർ ചെയ്യാം. ഇൻ ദ ഫിഗർ ഷോൺ, find the total magnification after 2 successive reflections, first on M1 and then on M2. അപ്പോൾ രണ്ട് മിററുടെ M1 രണ്ടാമത്തതാണ്. ഓക്കെ, സോ ഇതാണ് M1. സോ ആദ്യം ഞാൻ ഈ മിറർ എടുക്കണം കേട്ടോ, ഹൈലൈറ്റ് ചെയ്ത മിറർ. ഓക്കെ, അതാണ് M1. അതിൻ്റെ ഫോക്കൽ ലെങ്ത് -20 ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒബ്ജക്റ്റ്. ഇതാണ് എന്ത്? ഒബ്ജക്റ്റ്. സോ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ രണ്ടാമത്തെ മിററിന് ആലോചിക്കേണ്ടത് ഒന്നാമത്തെ മിറർ എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഒന്നാമത്തെ മിററിൽ നിന്ന് ഒബ്ജക്റ്റ് ഉള്ളത്? 30 സെൻറ്റിമീറ്റർ അല്ലേ? സോ U1 -30 കൊടുക്കുക സെൻറ്റിമീറ്റർ അല്ലേ? എഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഒന്നാമത്തെ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ, മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ ഞാനിപ്പോൾ പഠിപ്പിച്ചില്ലേ? എഫ് ബൈ എഫ് മൈനസ് യു. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ എഫ് ബൈ എഫ് മൈനസ് യു അല്ലേ? അത് ഉപയോഗിക്കാം. വി കണ്ടുപിടിച്ച് സമയം കളയണ്ട, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പറയുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ ആളുടെ മാഗ്നിഫിക്കേഷൻ M1 ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് -20 ഡിവൈഡഡ് ബൈ -20 -30. നേരെ പ്ലസ് ഇട്ടാൽ മതി. ഓക്കെ, ഞാൻ പിന്നെ കൺഫ്യൂഷൻ ആവേണ്ട വെച്ചാൽ -20 ബൈ -20 + 30 എന്താടാ? 30 - 10 അല്ലേ വരിക? ഓക്കെ, സോ ഒന്നാമത്തെ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ത് കിട്ടി? -2 കിട്ടി. ഒന്നാമത്തെ മിററിൻ്റെ മാഗ്നിഫിക്കേഷനാ, അതിൽ ചെയ്തിട്ട് ഒന്നും കാണുന്നില്ലടാ. ഓക്കെ, ഒന്നാമത്തെ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ M1 ഈക്വൽ ടു -2 കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ വേണം. അവിടെയാണ് കൺഫ്യൂഷൻ. രണ്ടാമത്തെ മിററിന് ഏതാണ് ഒബ്ജക്റ്റ്? ഈ ഒബ്ജക്റ്റ് തന്നെയായിരിക്കും രണ്ടാമത്തെ മിററിൻ്റെ ഒബ്ജക്റ്റ്? അല്ല. എന്തുകൊണ്ടാണെന്നറിയാം? ഒന്നാമത്തെ മിറർ എന്ത് ചെയ്യും? രണ്ട് ഒബ്ജക്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യൂലേ? അതായത് ഇമേജ് ഉണ്ടാക്കും. ഞാൻ റഫ് ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇവിടെയാണ് ഫോക്കസ് എന്ന് വിചാരിച്ചു. -20 ഉള്ള. സോ ലൈറ്റ് റേ ഇങ്ങനെ പോകുന്നു, സ്ട്രെയിറ്റ് പോകുന്ന ലൈറ്റ് റേ ഏത് വഴി വരും? ഫോക്കസ് വഴി ഇങ്ങനെ വരും. ചിത്രം വരക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാവാൻ വേണ്ടി വരക്കാണ് കേട്ടോ. ഒരു ലൈറ്റ് റേ ഏത് വഴിയും പോകൂടാ? പോള് വഴിയും പോകും അല്ലേ? പോള് വഴി പോകാം. ഇനി പാരലായിട്ടും പോകാം, എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ ലൈറ്റ് റേ അവിടുന്ന് എന്ത് ചെയ്യും? പോളിൽ അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്ത് അവിടുന്ന് പോരും. ഓക്കെ, ചിത്രം പ്രോപ്പർ ആംഗിൾ പ്രോപ്പർ ആയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊന്നും കിട്ടൂല.
ആംഗിൾ പ്രോപ്പറായില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കിട്ടില്ല. ഫോക്കസ് കുറച്ചും കൂടെ എന്തായിപ്പോയി അടുത്ത് വരണം. ഫോക്കസ് കുറച്ചും കൂടെ അടുത്ത് വരണം. ഇതാ അത് മൊത്തത്തിൽ 30 അല്ലേ ഉള്ള 20 അല്ലേ ഫോക്കസ്. കുറച്ച് ഇങ്ങനെ വരക്കാം. എന്നിട്ട് ലൈറ്ററേ വരട്ടെ കേട്ടോ. ഇങ്ങനെ വന്ന് ഫോക്കസിലൂടെയുള്ള പോളിലൂടെയുള്ള ലൈറ്റിടെ അവിടെ പോയി ഇടിച്ചു. പോളിലേക്ക് പോയി ഇടിച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എവിടെയോ ഇടിച്ചു. ഞാൻ ഇടിപ്പിച്ചു എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, ഇടിക്കും. നമ്മൾ എന്നാ ആംഗിളൊന്നും എടുത്ത് വരക്കല്ലോ ചെയ്യുന്നല്ലേ. സോ ഇവിടെയല്ലേ ഇടിച്ചത്. സോ ഇവിടെയാണ് ഇമേജ് ഉള്ളത്. എത്രാമത്തെ ഇമേജ്? ഫസ്റ്റ് ഇമേജ് ഇവിടെയുള്ള. ഇവിടെയാണ് ഒന്നാമത്തെ മിറർ ഉണ്ടാക്കുന്ന ഇമേജ് അല്ലേ. ആ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം, ഒന്നാമത്തെ മിററിൻ്റെ ഇമേജ്. കാരണം എന്താണെന്നറിയോ? ഒന്നാമത്തെ മിററിൻ്റെ ഇമേജ് ഈസ് ഒബ്ജക്റ്റ് ഓഫ് സെക്കൻഡ് മിറർ ആയിരിക്കും. ഒന്നാമത്തെ മിററിൻ്റെ ഇമേജ് സെക്കൻഡ് മിററിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. സോ അവിടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? അത് നമുക്ക് വി കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ വി കണ്ടുപിടിക്കുക? മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താ? എം ഈക്വൽ ടു മൈനസ് വി ബൈ യു അല്ലടാ. എം ഈക്വൽ ടു മൈനസ് വി ബൈ യു. സോ M1 ഈക്വൽ ടു മൈനസ് V1 ബൈ U1. ഒബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസ് കിട്ടാൻ പരിപാടി. M1 -2 V1 അറിയില്ല ഡിവൈഡഡ് ബൈ U1 എത്രയാ? U1 -30 അല്ലേ കുട്ടികളെ. സോ V1 എത്ര വന്നു? 60 അല്ലേ വരിക സെൻറ്റിമീറ്റർ. എത്ര വരാം? 60 സെൻറ്റിമീറ്റർ ആണ് വരിക. ഓക്കെ, ശരിയല്ലേ? മൈനസ് ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ ഒരു മൈനസ് വരും അല്ലേ. -2 മൈനസ്, മേലത്തെ മൈനസും താഴത്തെ മൈനസും വെട്ടിപ്പോവല്ലോ അല്ലടാ. ഈ മൈനസും വെട്ടിപ്പോ ഒരു മൈനസ് അവിടെ ബാക്കിയുണ്ടാവും. സോ V1 -60 സെൻറ്റിമീറ്റർ വന്നു. V1 എത്ര വന്നു? -60 സെൻറ്റിമീറ്റർ. അതായത് ഒന്നാമത്തെ മിററിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം എത്രയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഈ ഡിസ്റ്റൻസ് ഞാൻ ഗ്രീൻ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് എത്ര സെൻറ്റിമീറ്റർ ആണ്? 60 സെൻറ്റിമീറ്റർ ആണ്. എത്ര ഡിസ്റ്റൻസ് ആണ്? 60 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് രണ്ടാമത്തെ മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്. സോ രണ്ടാമത്തെ മിററിൻ്റെ ഒന്നാമത്തെ മിററിൻ്റെ ഇമേജ് ആണ് രണ്ടാമത്തെ മിററിൻ്റെ ഒബ്ജക്റ്റ്. സോ രണ്ടാമത്തെ മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ മക്കളെ? ഇതാണ് ഡിസ്റ്റൻസ്. ഇതെത്ര ഡിസ്റ്റൻസ് വരിക കുട്ടികളെ? ഒന്നാമത്തെ മിററിൽ നിന്ന് ഇവിടം വരെ 60. ഒന്നാമത്തെ മിററും രണ്ടാമത്തെ മിററും തമ്മിലുള്ള ദൂരം 40. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ അല്ലേ വരിക? എത്ര സെൻറ്റിമീറ്റർ വരിക? 20 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിൽ സംശയമുണ്ടോ? ഇല്ല. ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വരുന്നത് നോക്കിക്കേ നിങ്ങൾ. ഒബ്ജക്റ്റ് ആക്ച്വലി ഇവിടെ അല്ലേ ഉള്ളത് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ വരുന്നത് രണ്ടാമത്തെ മിററിൻ്റെ മേലെ. രണ്ടാമത്തെ മിററിലേക്ക് ലൈറ്റ് ഒബ്ജക്റ്റിൽ നിന്നും അങ്ങോട്ടേക്കല്ലേ വരുന്നത്. സോ അതേ ഡയറക്ഷനിലാണല്ലോ ഇമേജ് ഉള്ളത്, അതായത് അയാളുടെ ഒബ്ജക്റ്റ് ഉള്ളത്. ഓക്കെ, I1 ഉള്ളത്. സോ U2 നമ്മൾ എന്ത് കൊടുത്തു? +20 എടുത്തു. U2 എന്ത് കൊടുത്തു? +20. പിന്നെ ഏതാ മിറർ കോൺവെക്സ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്. F2 എത്രയാണ്? +10. ഓക്കെ, ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? M2 ഈക്വൽ ടു മറ്റേ ഇക്വേഷൻ എടുക്കുക. F2 ബൈ F2 മൈനസ് U2. F2 എത്രയാ? F2 10 ബൈ 10 മൈനസ് 20. 10 മൈനസ് 20 എത്രയാടാ? സോ 10 മൈനസ് 20 എത്രയാണ്? -10. സോ M2 എന്ത് വന്നു? -1 വന്നു. M2 എന്ത് വന്നു? -1 വന്നു. ചോദിച്ചത് നെറ്റ് മാഗ്നിഫിക്കേഷൻ അല്ലേ. ഒന്നിലധികം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നെറ്റ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ എന്തിട്ടാൽ മതി? എല്ലാവരുടെയും മാഗ്നിഫിക്കേഷൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. പവറാണ് ആഡ് ചെയ്യണം. സോ M1 എത്രയാണ് നമുക്ക് കിട്ടിയേ? M1 -2. M2 എത്രയാണ് കിട്ടിയേ? M2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുണ്ട്? M2 -1 കിട്ടിയിട്ടുണ്ട്. സോ -1 × -2 അല്ലേ വരിക? -2 × -1 എന്നാൽ തിരിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഓക്കെ, സോ നെറ്റ് മാഗ്നിഫിക്കേഷൻ എന്താകുന്നു? 2. +2 ആണോ -2 ആണോ? +2 അല്ലേ. ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ നോക്കിക്കേ. ഓപ്ഷൻ 3. ഓക്കെ, അതായത് ആ റേ ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. ആക്ച്വലി റേ ഡയഗ്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം V1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
ഈവൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇമേജ് ഇപ്പുറത്തെ സൈഡിൽ എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ 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 ഇവിടെ വേറെ എന്താ ഉള്ളത്? ഇങ്ങനെ ഒന്നിലധികം ഡിവൈസുകൾ വരുമ്പോൾ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരുമ്പോൾ, ഒന്നിലധികം മിറർ, ഒന്നിലധികം ലെൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ലെൻസിൻ്റെ ഇമേജ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റ്, രണ്ടാമത്തെ ലെൻസിൻ്റെ ഇമേജ് മൂന്നാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റ്, അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഓക്കെ, സോ ഓപ്ഷൻ നമ്മൾ പറഞ്ഞു 3. ക്വസ്റ്റ്യൻ നമ്പർ 9. A point object on the principal axis at a distance 15 cm in front of a concave mirror of radius of curvature 20 cm has velocity 2 mm per second perpendicular to the principal axis. Magnitude of velocity of image at that instant will be. എങ്ങനെ? ഒരു കോൺകേവ് മിററാണ്. ഈ കോൺകേവ് മിററിൽ 15 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാരുണ്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. 15 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാരുണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് മനസ്സിലായി? 10 ആണെന്ന് മനസ്സിലായി. ഓക്കെ, സൈനോട് എടുക്കണമെങ്കിൽ -10. ഓക്കെ, ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 2 mm/s പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. അതായത് ഇയാൾ മേലോട്ടേക്കാണ് പോകണം, അല്ലെങ്കിൽ താഴേക്കാണ് വരുന്നത്. സോ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് മേലോട്ടേക്കാണ് നടത്തുക, അല്ലെങ്കിൽ താഴേക്കാണ്, നല്ല പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് മിറർ ഏതാണ്? കോൺകേവ് മിററാണ്, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, സോ ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u അല്ലേ കുട്ടികളെ? ഇമേജ് ഇവിടെ എത്ര ഡിസ്റ്റൻസ് അകലെയാളുള്ളത്? 15 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എഫിനേക്കാളും കൂടുതലാണല്ലോ യു ഗ്രേറ്റർ ദാൻ എഫ് ആണ്. സോ എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് മിററിൻ്റെ ഫ്രണ്ട് സൈഡിലും ഉണ്ടാവാം. സോ ഇമേജ് ഈ ഭാഗത്ത് എവിടെയോ വരും, എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നില്ല, വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാത്രേ ഉള്ളൂ കേട്ടോ. സോ ഇമേജ് ഇങ്ങോട്ടേക്ക് ഉണ്ടാകും. സോ വെലോസിറ്റി ഓഫ് ഇമേജ് എന്തായിരിക്കും? താഴേക്കും ആയിരിക്കും, അല്ല മേലോട്ട് പോകുമ്പോൾ ഇമേജ് എന്ത് ചെയ്യും? താഴേക്ക് വരും. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് മേലോട്ട് പോകുന്നതിനനുസരിച്ച് ഇമേജ് എന്ത് ചെയ്യും? താഴേക്ക് വരും, കാരണം ഇൻവേർട്ടഡ് ഇമേജ് ആണല്ലോ ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? ഇമേജിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ യുവിനും മാറ്റമില്ല, വിനും മാറ്റമില്ല. യുവും വിയും കോൺസ്റ്റൻസ് ആണ്. പിന്നെ എന്തിനാണ് മാറ്റമുള്ളത്? ഇമേജിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഹൈറ്റുകൾക്ക്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസുകൾക്കല്ലേ വ്യത്യാസമുള്ളത്? ഓക്കെ, സോ കുട്ടികളെ യുവും വിയും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. യു വി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, ഇമേജ് ഡിസ്റ്റൻസ് ആണ്, കോൺസ്റ്റൻസ് ആണ്. എന്തിനാണ് മാറ്റമുള്ളത്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് ഇമേജ് ആണ് ആക്ച്വലി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത്. ചേഞ്ചസ് വിത്ത് ടൈം എന്ന് പറയാം. സോ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ -v/u ആണ്. മാഗ്നിഫിക്കേഷനെ നമുക്ക് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കാം. അത് -v/u വരും. ശരിയല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യൂ കുട്ടികളെ? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അങ്ങോട്ട് പോട്ടെ. സോ ഹൈറ്റ് ഓഫ് ഇമേജ് ഈക്വൽ ടു -v/u ഇൻറ്റു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് വരും. ഇത് വിത്ത് ടൈം ചേഞ്ച് ചെയ്യുന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യൂ. സോ dhi/dt ഈക്വൽ ടു എന്ത് വന്നു? -v/u ഇൻറ്റു dho/dt. സോ ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ് ചേഞ്ചിങ് അല്ലേ, അതേപോലെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ചേഞ്ചിങ് അല്ലേ. സോ dhi/dt നമുക്ക് വെലോസിറ്റി ഓഫ് ഇമേജ് എന്ന് കൊടുക്കാം ഈക്വൽ ടു -v/u ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി പറയാം? വെലോസിറ്റി ഓഫ് ഇമേജ് ഈക്വൽ -v/u ആക്ച്വലി നമ്മുടെ ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ അല്ലേ. സോ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഈ ഫോമുല ഉപയോഗിച്ചാൽ മതി. അതായത് ഈ മിററിൻ്റെ ഫ്രണ്ടിൽ പെർപെൻഡിക്കുലറായി ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി എക്സാം ഹാളിൽ നിങ്ങളിത് പ്രൂവ് ചെയ്യാൻ നിൽക്കരുത്. നേരെ എന്ത് ചെയ്യണം? ഇക്വേഷൻ കൊടുക്കണം. ഞാനിവിടെ പ്രൂവ് ചെയ്തത് 12th പഠിച്ച കുട്ടികൾക്ക് ഇക്വേഷൻ ഡയറക്റ്റ് പറഞ്ഞാൽ എങ്ങനെ വന്നു എന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് ഇമേജ് ഈക്വൽ ടു m/m ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് നോക്കാം. പോയിന്റ് ഒബ്ജക്റ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് കോൺകേവ് മിറർ, റേഡിയസ് ഓഫ് ഫോക്കൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. സോ മാഗ്നിഫിക്കേഷൻ അല്ലേ വേണ്ട? മാഗ്നിഫിക്കേഷൻ നമ്മുടെ മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കുക. ഏത് ഇക്വേഷൻ ഇടാ? നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത വെച്ചൊരു ഇക്വേഷൻ അല്ലേ, മിററിൻ്റെ f/f-u, കാരണം ഫോക്കൽ ലെങ്ത്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഉണ്ട്, ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ഫോക്കൽ ലെങ്ത് എത്രയാ? ഇവിടെ കൊടുത്തോ. ഫോക്കൽ ലെങ്ത് ഏതാ? മിറർ കോൺകേവ് അല്ലേ. സോ -10 ഡിവൈഡഡ് ബൈ -10 - u എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. സോ -15.
ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എത്രയാണ് 2 mm/s 2 കൊടുക്കുക. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. മേലെ -10 താഴെ -10 + 15 വരും. സോ 5 വരും അല്ലേ ഇൻറ്റു 2. സോ -10/5 2 വരും. 2 × 2 4 വരും. -4 mm/s വരും. എന്തുകൊണ്ടാണ് -4 വന്നതെന്നറിയോ? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന മുകളിലേക്കാണെങ്കിൽ ഇമേജ് താഴേക്ക് ഉണ്ടാവാം. ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് -1. ഓപ്ഷനിൽ മൈനസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കൺസിഡർ ചെയ്തേ മതിയാകൂ. സോ ഹിയർ ഓപ്ഷൻ 2 4 mm/s. ഐഡിയ എത്തിയില്ലേ? അതായത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനോ ഇമേജ് ഡിസ്റ്റൻസിനോ മാറ്റം വരില്ല. പകരം എന്തിനാണ് മാറ്റം വരിക? പോളിൽ നിന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പകരം പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നുള്ള ഹൈറ്റുകൾക്ക് മേലോട്ടും താഴേക്കുള്ള ഡിസ്റ്റൻസുകൾക്കാണ് മാറ്റം വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. A point object at 15 cm from a concave mirror of radius of curvature 20 cm is made to oscillate along the principal axis with amplitude 2 mm. The amplitude of its image will be concave mirror. ഒബ്ജക്റ്റ് 15 cm ദൂരെയാണുള്ളത്. റേഡിയസ് ഓഫ് കർവേച്ചർ 20 ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് 10 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഓസിലേറ്റിംഗ് അലോങ് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. സോ ഇവിടെയുള്ള ഒബ്ജക്റ്റ് അങ്ങോട്ടിങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യുന്നു. അങ്ങോട്ടിങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള ആംപ്ലിറ്റ്യൂഡ് എത്ര മില്ലിമീറ്റർ ആണ്? 2 mm ആണ്. അങ്ങനെയാണെങ്കിൽ ഇമേജിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് റിയൽ ഇമേജ് തന്നെയല്ലേ വരിക. കാരണം യു എന്താകുന്നു? >f ആകുന്നു. സോ ഇമേജ് ഈ ഭാഗത്ത് എവിടെ ഉണ്ടെന്ന് വിചാരിക്കും, ഇവിടെയുള്ളതെന്ന് വിചാരിച്ചോ. സോ ഇമേജും അങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. ശരിയല്ലേ? ഇമേജും അങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. ഇത് ഒബ്ജക്റ്റ്, ഇത് ഇമേജ്. ഓക്കെ, ചോദ്യം ഇതാണ്. ഇവിടെ നിങ്ങൾ അങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയാം? ഒബ്ജക്റ്റ് 15 cm അല്ലേ ഒബ്ജക്റ്റ് ഉള്ളത്. അവിടുന്ന് എത്ര മില്ലിമീറ്റർ ആംപ്ലിറ്റ്യൂഡിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? 2 mm. സോ ഒബ്ജക്റ്റ് 2 mm മുന്നോട്ട് പോകുമ്പോൾ ഇമേജ് എത്ര മില്ലിമീറ്റർ പിന്നോട്ട് പോകുന്ന നോക്കിയാൽ പോരെ അല്ലേ? 15 2 mm മുന്നോട്ട് പോയി. അപ്പോൾ ഇമേജ് ഉള്ള പൊസിഷനിൽ എത്ര മില്ലിമീറ്റർ ബാക്കോട്ട് പോയി നോക്കിയാൽ മതി. അതാണല്ലോ ആംപ്ലിറ്റ്യൂഡ് വരാം. സോ ഇമേജിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ചോദിച്ചേക്കുന്നത് അർത്ഥം. ഇനി പറയാം ഇതെങ്ങനെ ചെയ്യും. ഇവിടെ ആർക്ക് ചേഞ്ച് ഇല്ല കുട്ടികളെ? ഇവിടെ ഹൈറ്റ് ഓഫ് ഇമേജിനോ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനോ ചേഞ്ച് ഇല്ല. പകരം ചേഞ്ച് ആർക്കാണ്? യുനും വിക്കും ആണ് ചേഞ്ച്. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് അത് രണ്ടും എന്ത് ചെയ്യുന്നു എന്നാണ്? ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഒബ്ജക്റ്റ് നിയർ ടു മിറർ പോകുമ്പോൾ ഇമേജ് എവേ ഫ്രം മിറർ പോകും. ഇനി ഒബ്ജക്റ്റ് എവേ ഫ്രം മിറർ പോകുമ്പോൾ ഇമേജ് ടുവാർഡ്സ് മിറർ വരും. അതല്ലേ സംഭവിക്കുക. സോ യുവും വിയും ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ 1/v + 1/u = 1/f. ശരിയല്ലേ? ഞാനിവിടെ യുവിൻ്റെ വിൻ്റെ ചേഞ്ച് വിത്ത് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. നേരത്തെ ചെയ്ത പോലെ ഇതിനെ v⁻⁻1 എഴുതാം +u⁻⁻1 = 1/f. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരു ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ഡയറക്റ്റ് ടൈമിൻ്റെ ഫംഗ്ഷനാണ് അവിടെ കാണിക്കുന്നില്ല. യുവും ഡയറക്റ്റ് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ അസ്യൂം ചെയ്യാനല്ല കൺസിഡർ നോക്കി. അപ്പോൾ എന്ത് ചെയ്യണം? -1 × v⁻⁻1 dv/dt പ്ലസ് അതേപോലെ -1 u⁻2 du/dt. ഫോക്കൽ ലെങ്ത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കുട്ടികളെ? 0. ഇനി എന്ത് ചെയ്യൂ? ആ u² ടേം അങ്ങോട്ട് പോട്ടെ, v². അപ്പോൾ ഇവിടെ എന്ത് വന്നു? v⁻2 എന്ന് പറഞ്ഞാൽ 1/v² അല്ലേ? സോ -1/v² dv/dt = ഈ മൈനസ് അങ്ങോട്ട് പോകും പ്ലസ് ആയി 1/u² du/dt. ഇനി ഇവിടെ dt വെട്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടത്? മൈനസ് അവിടെ നിൽക്കട്ടെ മക്കളെ. നോക്കിയോ -dv/du = v² അങ്ങോട്ട് പോയി. ശരിയല്ലേ? v²/u². ഓക്കെ, ഈ സാധനം എന്താണെന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ v²/u².
ലെങ്ത്തിനല്ലേ ചേഞ്ച് വരുന്നത് ഇവിടെ, ഹൈറ്റിനല്ലല്ലോ. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയാം, ട്രാൻസ്വേഴ്സ്, നമ്മുടെ സാധാരണ പറയുന്ന ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷനിൽ, അതായത് -v/u അതിൻ്റെ സ്ക്വയറല്ലേ, മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആയി പോകുമല്ലോ. സോ ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ്റെ സ്ക്വയർ എന്നും പറയാം. ഓക്കെ, ഇനി ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനിയിപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ നമ്മൾ നേരത്തെ ഇക്വേഷൻ എടുത്തില്ല, എന്ത് f/f - u ഹോൾ സ്ക്വയർ വരും ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, സോ എഫ് എത്രയാണ്? ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ 20 ആണ്. സോ ഫോക്കൽ ലെങ്ത് -10 ഡിവൈഡഡ് ബൈ -10 -15 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്താ ഇടാ, -10 താഴെ +5 വരും. -10/5 എന്ന് പറഞ്ഞാൽ -2 -2ൻ്റെ സ്ക്വയർ +4 വരും. സോ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലെങ്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണല്ലോ. സോ ലെങ്ത് ഓഫ് ഇമേജ് ഈക്വൽ ടു 4 × ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്, 4 × ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് 2 അല്ലേ. സോ 8 mm. ഈ ലെങ്ത് കൊണ്ട് ബേജാറാവണ്ട കേട്ടോ. ലെങ്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ഒബ്ജക്റ്റിന് എന്താ പറയുക, ഒബ്ജക്റ്റ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നറിയാം, 15 cm 2 mm അടുത്ത് വന്ന പോലെ അല്ലേ എടുത്ത്. അപ്പോൾ 15ൻ്റെ അവിടെ നിന്ന് 2 mm എക്സ്ട്രാ ലെങ്ത് കിട്ടിയ പോലെ. അപ്പോൾ ഇമേജിന് എത്ര എക്സ്ട്രാ ലെങ്ത് കിട്ടുമെന്നാണ് ചോദിച്ചത്. എത്ര എക്സ്ട്രാ ലെങ്ത് ഉണ്ടാകും? 4 ടൈംസ് കൂടും. സോ 8 mm ആണ് ആൻസർ. 8 mm ആണ് ആൻസർ. സോ ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ ഈസ് സ്ക്വയർ ഓഫ് ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷനാണ്. അത് മിററിനാണെങ്കിലും ലെൻസിനാണെങ്കിലും. മിററിനും അതേപോലെയാണ്, ലെൻസിനും അതേപോലെയാണ്. കാരണം മൈനസിന് റോളില്ല ഹോൾ സ്ക്വയർ വരുമ്പോൾ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇതൊന്ന് എക്സാം ഹാളിൽ പ്രൂവ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, നേരെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, the wavelength of monochromatic light, monochromatic blue light in air is 420 nanometer. What will be its wavelength in water? വാട്ടറിലെ വേവ് ലെങ്ത് എന്തായിരിക്കും? ഈ വേവ് ലെങ്ത്തും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ, റിലേഷൻ എന്താ? റിഫ്രാക്റ്റീവ് മ്യൂ ഓഫ് വാട്ടർ എന്നാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾക്ക് മ്യൂ കൊടുക്കാം, എന്നെ കൊടുക്കാം അല്ലേ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അല്ലേ. സോ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് താഴെയും, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ഇൻ മീഡിയം, ലാംഡ മീഡിയം എന്ന് കൊടുക്കുക അല്ലേ, ലാംഡ എം എന്ന് കൊടുക്കുക, കൺഫ്യൂഷൻ ആവണ്ടല്ലോ. സോ ഫ്രീക്വൻസി ഈസ് ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി, ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് മീഡിയം, ഫ്രീക്വൻസി ക്യാൻസൽ ആയി. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ലാംഡ ബൈ ലാംഡ മീഡിയം. ചോദിച്ചത് വാട്ടറാണുള്ള മീഡിയം. സോ ലാംഡ മീഡിയം ഈക്വൽ ടു ലാംഡ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ലാംഡ എത്രയാണ്? എയറിൽ 420 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ, 3 മേലെ പോട്ടെ. 3 × 420 ബൈ 4. 420 എത്ര? 400. 400 100 420 5 4. സോ ഇത് 105 വരും. 3 × 105 എത്രയാ? 315 നാനോമീറ്റർ. സോ 11th ആൻസർ ഓപ്ഷൻ 3 വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബേജാറാവേണ്ട ആവശ്യമൊന്നും ഇല്ല. Question number 12. Monochromatic light is refracted from air into the glass of refractive index mu. Ratio wavelength of incident and refracted waves is. Monochromatic light is refracted from air into the glass of refractive index mu. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂ ഇ എന്ന് പറഞ്ഞാൽ എൻ ഈക്വൾ ടു C/V. സീനെ നമുക്ക് എന്ത് ചെയ്യുക, എഫ് ലാംഡ ബൈ എഫ് ലാംഡ മീഡിയം ഇതല്ലേ, എഫ് ലാംഡ മീഡിയം. ചോദിച്ചാൽ എന്താ? റേഷ്യോ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻ്റ്. ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എയറിലല്ലേ അല്ലേ, എയറിന്നല്ലേ മീഡിയത്തിലേക്ക് വരുന്ന, എവിടത്തേക്ക് വരുന്ന, ഗ്ലാസ്സിലേക്ക് വരുന്ന. സോ മീഡിയത്തിന് പകരം നമുക്കിവിടെ ഗ്ലാസ് കൊടുക്കാം. ചോദിച്ചെന്താ? ലാംഡ എയർ ബൈ ലാംഡ. ഫ്രീക്വൻസി വെട്ടിപ്പോയില്ലേ, ലാംഡ എയർ ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയില്ലേ, മ്യൂ ആയില്ലേ. അതായത് ലാംഡ എയർ ബൈ ലാംഡ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആ വരിക. മ്യൂ അല്ലെങ്കിൽ μ/1. മ്യൂ ഉണ്ടാ? ഓപ്ഷൻ 3. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. തിയറി 13. If mu ij represents refractive index when light goes from medium 1i to medium j, then product 2 mu i1 into 3 mu 2 into 4 mu 3 is equal to, അതായത് എന്താ വേണ്ട? mu 2 to 1 into mu 3 to 2 into mu 4 to 3. ഇതെങ്ങനെ ഇത് നമുക്ക് ഇവിടെ ഇത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ?
mu 1 2 into mu 2 3 into mu 3 4 എന്ന് എഴുതാം. mu 1 2 എന്ന് പറഞ്ഞാൽ mu 1 by mu 2 into mu 2 3 എന്ന് പറഞ്ഞാൽ mu 2 by mu 3 into mu 3 4 എന്ന് പറഞ്ഞാൽ mu 3 by mu 4. സോ വെട്ടട ഒരേപോലെയുള്ള ആൾക്കാരെ mu 2 30 mu 3 30 എന്തു ബാക്കി mu 1 by mu 4 ബാക്കി അല്ലേ. mu 1 by mu 4 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, mu 1 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ mu 1 from 4 ഇങ്ങനെ എഴുതാം അല്ലേ. ഓക്കെ, അപ്പം ആൻസർ ഉണ്ടോ? 1 തെറ്റാണ്, 2 തെറ്റാണ്, 4 തെറ്റാണ്. അപ്പോൾ 3 എന്താ പവറിൽ -1 എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചാൽ ഒരു ഏരിയ. ഈ സാധനം എന്താ ആക്ച്വലി, ഈ സാധനം നമുക്ക് ആക്ച്വലി എന്ത് ചെയ്താ 1 by റെസിപ്രോക്കൽ ഇട്ട് ചെയ്തല്ലേ, mu 1 to 4. ഓക്കെ, ഇതിനെയാണ് അവരെന്ത് ചെയ്തത് mu 1 to 4 ഓൾ പവർ -1 എഴുതിയത്. അതാണ് ഓപ്ഷൻ 3. കത്തിയില്ല? യെസ്. ഓക്കെ, അവിടെ mu 1 to 4 ആണ് ഇടാ. ഓക്കെ, നേരെ തിരിച്ചു കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. When a small lamp is held 1.5 meter above the surface of water in a tank, its image formed by reflection at the surface appears to coincide with the image of the bottom of the tank. എങ്ങനെ ഒരു ടാങ്ക്, ഈ ടാങ്കിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് നമുക്കറിയില്ല, എച്ച് എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ സർഫസിൽ നിന്നും 1.5 മീറ്റർ ഹൈറ്റിൽ ആരുണ്ട്, ഒരു ലാമ്പ് വെച്ചു. ആ ലാമ്പിൻ്റെ ഇമേജ് താഴെ വന്ന് ഇടിക്കുന്നുണ്ട്. ആക്ച്വലി താഴെ വന്നല്ലല്ലോ ഇടിക്കുക. 1.5 മീറ്റർ ആണ്, ഇപ്പുറത്ത് എത്ര തന്നെയാണ് വേണ്ടത്, 1.5 മീറ്റർ ആണല്ലേ വേണ്ടേ. പക്ഷെ മീഡിയം ഉള്ളത് കൊണ്ടല്ലേ അപ്പാരൻറ്റ് ഷിഫ്റ്റ് വരുന്നത്, മീഡിയം. സോ അപ്പാരൻറ്റ് ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ, അല്ലെങ്കിൽ അപ്പാരൻറ്റ് ഡെപ്തിൻ്റെ ഇക്വേഷൻ h ഡാഷ് ഈക്വൽ ടു h ബൈ മ്യൂ. സോ ആക്ച്വൽ ഹൈറ്റ് എത്രയാടാ, അതായത് ഇത് ഫീൽ ചെയ്യിക്കുന്നത് എത്ര ഹൈറ്റാണ് ഫീൽ ചെയ്യുന്നത്, 1.5 മീറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് അപ്പാരൻ്റ് ആണ്, ഇതെന്താണ് അപ്പാരൻ്റ് ആണ് കേട്ടോ, ഒറിജിനൽ അല്ലേ. 1.5 മീറ്റർ ഹൈറ്റിലുള്ള ലാമ്പിൻ്റെ ഇമേജ് വെള്ളത്തിൻ്റെ താഴെ, ടാങ്കിൻ്റെ താഴെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ടാങ്കിൻ്റെ ഡെപ്ത് എത്ര ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, 1.5 മീറ്റർ. ആക്ച്വലി 1.5 മീറ്റർ ആയിരിക്കും, അതിനേക്കാളും വ്യത്യാസം ഉണ്ടാവില്ലേ. സോ h ഡാഷ് ഈക്വൽ h ബൈ മ്യൂ. സോ h ഈക്വൽ ടു മ്യൂ h ഡാഷ് വരും. മ്യൂ എത്രയാണ്, വാട്ടറിന് 4/3 എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. h ഡാഷ് എത്രയാണ്, 1.5 നമുക്ക് 3/2 എന്ന് എഴുതിക്കൂടെ മക്കളെ. യെസ്. സോ 3 വെട്ടി 4/2 എന്ന് പറഞ്ഞാൽ 2 വരും, 2 മീറ്റർ, ഓപ്ഷൻ 1. ഓക്കെ, അതായത് 1.5 മീറ്റർ ഹൈറ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഉള്ളിൽ താഴെ, വെള്ളത്തിനുള്ളിൽ താഴെ ബോട്ടത്തിൽ വന്നാണ് പതിക്കുന്നത്. അപ്പോൾ ഉള്ളിലും 1.5 ഉള്ളത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അത് തോന്നൽ മാത്രമാണ്, അതിനേക്കാൾ ഇത്തിരി കൂടും. കാരണം ഉള്ളിൽ ആരുണ്ട്, മീഡിയം ഉണ്ട്, റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അടുത്തത്, an air bubble in a glass slab mu equal to 1.5 is 6 cm deep as viewed from one face. ഒരു ഗ്ലാസ് സ്ലാബ് ഈ ഭാഗത്ത് നോക്കുമ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ് കാണിക്കുന്നത്, 6 സെൻറ്റിമീറ്റർ ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെയാണ് ബബിൾ ഉള്ളത്. അപ്പുറത്തെ സൈഡ് നോക്കുമ്പോഴോ, ആൻഡ് 4 സെൻറ്റിമീറ്റർ ഡീപ്പ് ആസ് വ്യൂവ്ഡ് ഫ്രം ദി അതർ ഫേസ്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എത്ര ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതൊക്കെ ഫീലിംഗ് ആണ് അല്ലേ. ഇവിടെയാണ് ബബിൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തിക്നെസ് ഓഫ് ദ ഗ്ലാസ് സ്ലാബ് മൊത്തത്തിൽ എത്ര ആയിരിക്കും, 6 + 4 10 ആയിരിക്കുമോ? 10 എന്തായാലും ആവൂല. എന്തുകൊണ്ട്, ഇത് അപ്പാരൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. 10-നേക്കാളും കുറഞ്ഞിട്ടാണ് ഫീൽ ചെയ്യുക, കൂടിയിട്ടാണ് ഫീൽ ചെയ്യുക. പുറത്തുനിന്ന് അകത്തേക്കല്ലേ നോക്കേണ്ടത്. സോ 10-നേക്കാളും കൂടുതലായിരിക്കും. സോ 10-നേക്കാളും കൂടുതലായിരിക്കുന്നതാണ് ഓപ്ഷൻ 1 ആൻസർ ആവില്ല, 2 ആൻസർ ആവില്ല. ഡാറ്റ ഈസ് ഇൻകംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കണം. കാരണം 15 അല്ലാതെ വേറെ എന്തെങ്കിലും ആൻസർ ആണെങ്കിലോ ചെയ്ത് നോക്കാം. സോ h ഡാഷിൻ്റെ ഇക്വേഷൻ എന്താ, h ബൈ മ്യൂ അല്ലേ. അപ്പോൾ എച്ചിൻ്റെ ഇക്വേഷൻ എന്താ, മ്യൂ h ഡാഷ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തുള്ള തിക്നെസ്സിന് ഞാൻ h1 ഡാഷ് എന്ന് കൊടുക്കുകയാണേ. അപ്പോൾ h1 എന്ത് വരും, മ്യൂ h1 ഡാഷ്. മ്യൂ എത്രയാണ് മക്കളെ, മ്യൂ 1.5 അല്ലേ, 1.5 × 6. 1.5 × 6 എത്രയാടാ, 6ൻ്റെ 1.5, ഒരു 6 മാലെ 6 3 അല്ലേ. സോ 9 വരും. ഓക്കെ, h1 9 സെൻറ്റിമീറ്റർ വന്നു. h2 എത്ര വരിക, h2 എന്ന് പറഞ്ഞാൽ മ്യൂ h2 ഡാഷ്. മ്യൂ 1.5 × h2 ഡാഷ് 4 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, 1.5ൻ്റെ 4 ടൈംസ് 6 സെൻറ്റിമീറ്റർ അല്ലേ വരിക. സോ ആക്ച്വലി 6 കാണുന്നത് 9 ആണ്, 4 കാണുന്നത് 6.1.
സോ ടോട്ടൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും H1 പ്ലസ് H2 9 പ്ലസ് 6 എത്ര സെൻറ്റിമീറ്റർ വരും 15 സെൻറ്റിമീറ്റർ യാ സോ എന്താന്ന് കൺഫേം ആയി ഓപ്ഷൻ 3 അല്ലേ ഓക്കെ ഇനി ഇത് സിംപ്ലി ഒറ്റ അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക H1 ഡാഷ് പ്ലസ് H2 ഡാഷ് ഈക്വൽ ടു മ്യൂ H1 ഡാഷ് പ്ലസ് മ്യൂ H2 ഡാഷ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ എന്താ പറയുക സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളുകളാണല്ലോ അല്ലേ ക്വസ്റ്റ്യൻ നമ്പർ 16 എ ബീം ഓഫ് ലൈറ്റ് ഈസ് കൺവേർജിങ് ടുവാർഡ്സ് എ പോയിന്റ് എ പ്ലെയിൻ പാരലൽ ടു a plane parallel plate of glass of thickness T. Refractive index mu is introduced in the path of the beam. The convergent point is shifted, assume near normal incidence. Okay, അടുത്തുനിന്ന് നോർമൽ ആയിട്ട് വീഴുന്ന പോലെ ആലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇവിടുന്ന് ആക്ച്വലി ഈ ഗ്ലാസ് സ്ലാബ് ഇല്ലെങ്കിൽ കറക്റ്റ് ഓയിലല്ലേ പോയി വീഴേണ്ടത് ആക്ച്വലി ഗ്ലാസ് സ്ലാബ് ഇല്ലെങ്കിൽ എവിടേക്കാണ് ഇമേജ് എവിടെയാണ് ഓയിലേക്കാണ് കറക്റ്റ് ഓയിനെയാണ് കറക്റ്റ് കാണാം ഗ്ലാസ് സ്ലാബ് ഉള്ളത് കൊണ്ട് അവരൊരു ഡീവിയേഷൻ ഉണ്ടാവില്ലേ ഒരു ഡീവിയേഷൻ ഉണ്ടാകും ആ ഡീവിയേഷനാണ് കണ്ടുപിടിക്കേണ്ടത് കുട്ടികളെ ഗ്ലാസ് സ്ലാബ് ഇല്ലെങ്കിൽ ടി തിക്നെസ്സിൻ്റെ ഭാഗം ടി തിക്നെസ് ആയിട്ട് തന്നെയല്ലേ ഫീൽ ചെയ്യുക ടി തിക്നെസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക അല്ലേ ഓക്കെ ഗ്ലാസ് സ്ലാബ് വന്നപ്പോൾ ടി തിക്നെസ്സിൻ്റെ ഭാഗത്ത് അപ്പാരൻ്റ് എത്രയാണ് വരിക അപ്പാരൻ്റ് തിക്നെസ് എത്ര വരിക ടി ഡാഷ് കൊടുക്കുക അല്ലേ അതെന്തായിരിക്കും ടി ബൈ മ്യൂ ആക്ച്വൽ തിക്നെസ്സിൻ്റെ 1/μ സോ മൊത്തത്തിലുള്ള തിക്നെസ് തീരെ ഒരു തിക്നെസ് ഒരു ഗ്ലാസ് സ്ലാബ് ഇല്ലെങ്കിൽ കറക്റ്റ് ഓയിലാണ് ഒബ്ജക്റ്റ് ഉണ്ടാവുക അല്ലേ ഓക്കെ കറക്റ്റ് ഓയിലാണ് നമുക്ക് ലൈറ്റ് കൺവേർട്ട് ചെയ്ത് തോന്നാം ഗ്ലാസ് സ്ലാബ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും കുറച്ച് ഡീവിയേഷൻ ഉണ്ടാവില്ലേ സോ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക മക്കളെ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക ഇവിടുന്ന് ഡീവിയേഷൻ നടന്ന് കുറച്ച് നന്നായിട്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്യും അല്ലേ സോ ഇവിടെ ഒരു ഷിഫ്റ്റ് വരും ഡി എന്ന് കൊടുക്കാം അതായത് ടി തിക്നെസ് കാരണം ടി തിക്നെസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ടി തിക്നെസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് എന്തായിരിക്കും ടിയിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി ടി ഡാഷ് മൈനസ് ചെയ്താൽ മതി അതായത് ടി മൈനസ് ടി ബൈ മ്യൂ സോ എന്ത് വരും ടി ഇൻറ്റു 1 മൈനസ് 1/μ എങ്ങനെയായിട്ടാണ് ഫീൽ ചെയ്യുക നിയറായിട്ടാണ് ഫീൽ ചെയ്യുക അടുത്തുള്ളതായിട്ടാണ് എന്ത് ചെയ്യുക ഫീൽ ചെയ്യുക കാരണം നമ്മൾ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട് 2 മീറ്റർ ഡെപ്തുള്ള അല്ലേ 2 മീറ്റർ ഡെപ്തുള്ള ഒരു വെസല് നമുക്ക് എത്ര ആയിട്ടാണ് ഫീൽ ചെയ്തത് 1.5 മീറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉള്ളത് സോ ആക്ച്വലിനേക്കാളും എപ്പോഴും എന്തായിരിക്കും കുറഞ്ഞതായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക ഫീൽ ചെയ്യുക സോ ഇവിടെ ആൻസർ ഏതാ നിയറർ ടി ഇൻറ്റു 1 മൈനസ് ഓപ്ഷൻ 3 വരും അല്ലേ ടി ഇൻറ്റു 1 മൈനസ് 1/μ റിയർ സോ അതായത് ഇത് ഷിഫ്റ്റാണ് നോർമൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷനാണ് ഷിഫ്റ്റ് എപ്പോഴും ലൈറ്റ് റേൻ്റെ ഡയറക്ഷനിലാണ് ഉണ്ടാവാം ഓക്കെ ടുവാർഡ്സ് ആയിരിക്കും എന്നർത്ഥം ക്വസ്റ്റ്യൻ നമ്പർ 17 എ റേ ഓഫ് ലൈറ്റ് from a denser medium strike a rarer medium. The angle of reflection is r and that of refraction is r dash. Reflected and refracted rays make an angle 90 degree with each other. The critical angle will be എന്താണ് ഡയഗ്രാം വരച്ചു വെക്കാം എവിടെ അങ്ങോട്ടാ ഡെൻസർന്ന് ഫ്രം എ ഡെൻസർ സ്ട്രൈക്സ് എ റയർ മീഡിയം അപ്പം മേലെ നമുക്ക് റയറർ ആക്കുക താഴെ എന്തുണ്ട് ഡെൻസർ ഉണ്ട് കേട്ടോ ഓക്കെ ലൈറ്റ് വന്ന് വീഴുന്നു ഇവിടെ നമുക്ക് നോർമൽ വരക്കാം എന്താ കണ്ടീഷൻ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് മേക്ക് എൻ ആംഗിൾ 90 ഡിഗ്രി സോ റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കാം ഓക്കെ റിഫ്ലക്റ്റഡ് റേ ഇതിനെന്തായിരിക്കണം പെർപെൻഡിക്കുലർ ആയിരിക്കണം സോ ഈ ആംഗിൾ എത്ര ആയിരിക്കണം എന്നാണ് പറഞ്ഞാൽ 90 ഡിഗ്രി ഓക്കെ ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾസ് മാർക്ക് ചെയ്യടാ ഇതല്ലേ റിഫ്രാക്ഷൻ ആംഗിൾ അത് ആർ ഡാഷ് എന്നല്ലേ ഇതല്ലേ റിഫ്ലക്ഷൻ്റെ ആംഗിൾ അത് ആറല്ലേ ഇൻസിഡൻറ്റ് റേ എങ്ങനെയായിരിക്കും ഇൻസിഡൻറ്റ് റേ ഇവിടുന്ന് എങ്ങനെയായാലും വന്നിട്ടുണ്ടാവും കാരണം ആറിൻ്റെ അതേ ആംഗിളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഇൻസിഡൻറ്റ് റേ വന്ന് വീഴേണ്ടത് കാരണം ഐയും ആറും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം ഇതാണ് കണ്ടീഷൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചത് അവിടെ ഡെൻസറിന് റയറിലേക്കല്ലേ പോണ മക്കളെ ഡെൻസറിന് എങ്ങോട്ടേക്കാണ് പോണേ റയറിലേക്കാണ് പോണത് അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ ആദ്യം എന്ത് ചെയ്യാന്നറിയാം ഇവിടെ ആർ ഡാഷും 90യും ആറും ചേർന്നാൽ എത്രയായി ആർ ഡാഷ് പ്ലസ് 90 പ്ലസ് ആറ് 180 അല്ലേ വരിക അപ്പോൾ ആർ ഡാഷ് ഈക്വൽ ടു എന്ത് വരും 90യും ആറും അപ്പുറത്തെ സൈഡിൽ പോയാൽ 180 90 പോയാൽ 90 വരും 90 മൈനസ് ആറ് വരും ആർ ഡാഷ് എന്ത് വന്നു 90 മൈനസ് ആറ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം
ഡെൻസറിന് റയറിലേക്കാണ് പോകണം അല്ലേ? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ഡെൻസറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ N2 കൊടുക്കണം, N1 കൊടുക്കണം, നിങ്ങൾ ഇഷ്ടമാണ്. സാധാരണ N2 അല്ലേ കൊടുക്കുന്ന, റയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. സോ N2 sin I ഈക്വൽ ടു N1 sin R ഡാഷ് അല്ലേ? N2 by N1 ഈക്വൽ ടു N2 by N1 ഈക്വൽ ടു എന്താ സംഭവിക്കുക? സൈൻ ആർ ഡാഷ് എവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ലൈറ്റ് പോണത്? ഫസ്റ്റ് മീഡിയം ടു സെക്കൻഡ് മീഡിയം. ഓ, അപ്പോൾ ഇവിടെ എടുത്തത് N2 sin I ഈക്വൽ ടു N1 sin R അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇനി നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണ്ട. ഒരേ രൂപത്തിൽ ലൈറ്റ് എവിടെ നിന്നാണ് പോകണം ആ രൂപത്തിൽ തന്നെ എടുത്തോ, എന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. ഇത് N1, ഇത് N2. സോ N1 sin I ഈക്വൽ ടു N2 sin R ഡാഷ്. R ഡാഷ് ആണ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? N1 sin I ഈക്വൽ ടു N2 sin 90 minus R. What is sin 90 minus R? N1 sin I equal to N2 into sin 90 minus R എന്ന് പറഞ്ഞാൽ cos R ആണ്. sin 90 minus R എന്ന് പറഞ്ഞാൽ എന്താണ്? cos R ആണ്. ശരിയല്ലേ? ഓക്കെ, സോ sin I by cos R equal to N2 by N1. N2 by N1 അല്ലേ സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം. ഓക്കെ, അതല്ല സാധാരണ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് N കൊടുക്കണം, അല്ലെങ്കിൽ mu എന്ന് കൊടുത്താലും മതി. ഓക്കെ, എന്നാണ് വരിക. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ഐയും ആറും സെയിം അല്ലേ കുട്ടികളെ? ഐയും ആറും സെയിം ആണ്. അപ്പോൾ ഇതിനെ സൈൻ ആർ എഴുതിയാൽ മതിയായിരുന്നു. അപ്പോൾ ടാൻ ആർ ഈക്വൽ ടു എന്ത് വരും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 by N1 വരും അല്ലേ? ടാൻ ആർ എന്ത് വരും? N2 by N1 കാണുന്നില്ലേ? ടാൻ ആർ ഈക്വൽ ടു N2 by N1. ഓക്കെ, ഇനി ക്രിറ്റിക്കൽ ആംഗിളിൻ്റെ ഇക്വേഷൻ എന്താ? ക്രിറ്റിക്കൽ ആംഗിൾ സൈൻ സി ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? സൈൻ സി ഈക്വൽ ടു 1 by എന്താ വരിക? ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയഗ്രാം വരച്ച് നോക്കുക. ലൈറ്റ് എവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോകണമെന്ന് നോക്കുക. ഡെൻസറിന്ന് റയറിലേക്കാണ് പോകണം. ഇങ്ങനെയല്ലേ വരിക ക്രിറ്റിക്കൽ ആംഗിൾ ആകുമ്പോൾ? സോ താഴെ നമ്മൾ N1 അല്ലേ കൊടുത്ത്? സോ N1 സൈൻ സി ഈക്വൽ ടു N2 ഇൻറ്റു സൈൻ 90 വരും. N1 sin C equal to N2 into sin 90. Okay. N1 sin C equal to N2 sin 91 അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് N2 by N1 കിട്ടിയിട്ടുണ്ടല്ലേ? സോ sin C equal to N2 by N1. sin C equal to N2 by N1. സോ N2 by N1 എന്താണ് കുട്ടികളെ? N2 by N1 tan R ആണ്. സോ sin C equal to tan R വരും. സോ C equal to എന്തായി? C equal to sin inverse tan R. അതായത് ക്രിറ്റിക്കൽ ആംഗിൾ എടുക്കും, ഏത് N1 എടുക്കണം ഏത് N2 എടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് നോക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം വെറുതെ നെഗറ്റീവ് മാർക്ക് കൊടുക്കണ്ടല്ലോ. ഓക്കെ, ലൈറ്റ് എവിടെ നിന്ന് പോകുന്നു, ലൈറ്റ് എങ്ങോട്ട് പോകുന്നു നോക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? യെസ്. സോ വിച്ച് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ? സൈൻ ഇൻവേഴ്സ് ടാൻ ആർ, ഓപ്ഷൻ 1 അല്ലേ? സൈൻ ഇൻവേഴ്സ് ടാൻ ആർ, ഓപ്ഷൻ 1 ആൻസർ. ആരും ഒന്നും പറയുന്നൊന്നും കാണുന്നില്ലടാ. Question number 18. The wavelength of light in two liquids X and Y is 3500 angstrom and 7000 angstrom. Then critical angle of X relative to Y. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്താ? ലാംഡ ബൈ ലാംഡ മീഡിയം എന്നല്ലേ പറഞ്ഞേ? അതായത് ലാംഡ കൂടുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. അതായത് ലാംഡ കൂടുതലാണെങ്കിൽ റയറർ മീഡിയം ആയിരിക്കും, ലാംഡ കുറവാണെങ്കിൽ ഡെൻസർ മീഡിയം ആയിരിക്കും എന്നർത്ഥം. ശരിയല്ലേ? ലാംഡ കൂടുതലാണെങ്കിൽ റയറർ മീഡിയം ആയിരിക്കും, ലാംഡ കുറവാണെങ്കിൽ ഡെൻസർ മീഡിയം ആയിരിക്കും. ഇനി എവിടെയൊക്കെയാണ് വേവ് ലെങ്ത് നോക്കിക്കോ. ഓപ്ഷൻ ആൻസർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് 3500 ഉണ്ട്, 7000 ഉണ്ട്. 3500 എക്സ് അല്ലേ? ഓക്കെ, ലാംഡ കുറവ്, ലാംഡ കൂടുതലാർക്കാ? 7000-നല്ലേ? സോ വൈ ആണ് എന്ത്? റയററിന് മനസ്സിലായി. വൈ റയററും എക്സ് എന്താണ്? ഡെൻസറുമാണ് മനസ്സിലായി. ഇനി ക്രിറ്റിക്കൽ ആംഗിൾ പറയണമെങ്കിൽ ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പാസ് ചെയ്യണം? റയറർ ടു ഡെൻസർ ആണോ, ഡെൻസർ ടു റയറർ ആണോ? ഡെൻസർ ടു റയറർ പാസ് ചെയ്യണം. ശരിയല്ലേ? സോ എക്സ് നിന്ന് വൈയിലേക്ക് വരണം എന്നർത്ഥം. ഇനി സ്നെൽസ് ലോ എടുക്കുക.
എങ്ങനെ എൻ എക്സ് ഇൻറ്റു സൈൻ സി ഈക്വൽ ടു എൻ വൈ ഇൻറ്റു സൈൻ 90. ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ 90 ആയിരിക്കണം റിഫ്രാക്ഷൻ ആംഗിൾ അല്ലേ. സോ എൻ എക്സ് ഇൻറ്റു സൈൻ സി ഈക്വൽ ടു എൻ വൈ ഇൻറ്റു സൈൻ 90. സോ എൻ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ഡാറ്റ ഉള്ളത്, വേവ് ലെങ്ത് എന്നിനെ ലാംഡ ബൈ ലാംഡ മീഡിയം എന്ന് എടുക്കാമല്ലോ. ഓക്കെ, സോ ലാംഡ ബൈ ലാംഡ എക്സ് ഇൻറ്റു സൈൻ സി ഈക്വൽ ടു ലാംഡ ബൈ ലാംഡ വൈ ഇൻറ്റു 1. ശരിയല്ലേ. ലാംഡ ഇവിടുന്ന് വെട്ടിപ്പോയി, ലാംഡ വെട്ടി. എന്താ കണ്ടുപിടിക്കേണ്ടത്, സൈൻ സി അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൈൻ സി ഈക്വൽ ടു എന്ത് വന്നടാ, ലാംഡ എക്സ് ബൈ ലാംഡ വൈ. ലാംഡ എക്സ് എത്രയാ 3500, ലാംഡ വൈ എത്രയാ 7000. സോ ആങ്സ്ട്രോം വെട്ടിപ്പോയി, ഇത് 1/2 കിട്ടിപ്പോയി. സൈനിന് 1/2 വരണമെങ്കിൽ സി എത്ര ഡിഗ്രി ആവണടാ, 30 ഡിഗ്രി ആവണം. സോ വിച്ച് ഓപ്ഷൻ വിൽ ബി റൈറ്റ് വൺ, ഓപ്ഷൻ 3 ആണ്. ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും അറിയായിരിക്കും. എന്ത് ചെയ്താൽ മതി അറിയാമോ, വേവ് ലെങ്ത് അതായത് ഇപ്പോൾ 3500/7000 ആണോ ഇനി 7000 by 3500 ആണോ എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കുട്ടികൾ 7000 by 3500 എഴുതിയാൽ നിങ്ങൾക്ക് 2 ആ വരിക. സൈനിൻ്റെ വാല്യൂ ഒരിക്കലും 2 വരില്ലല്ലോ, മാക്സിമം വാല്യൂ 1 അല്ലേ. നേരെ തിരിച്ചങ്ങ് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ വകയില്ല. Question number 19. A light wave travels from glass to water. The refractive index for glass and water are 3/2 and 4/3. ഏതാ വലുത് കുട്ടികളെ, 3/2 ആണോ 4/3 ആണോ? സോറി, 3/2 1.5 4/3 1.333 അല്ലേ. അപ്പോൾ ഗ്ലാസ് ആണ് ഡെൻസർ എന്ന് മനസ്സിലായി. ഗ്ലാസ് ആണ് എന്ത്, ഡെൻസർ ആരാ, ഗ്ലാസ്. കാരണം എന്തുകൊണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. ഓക്കെ, വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ലൈറ്റ് പോണത്, ഗ്ലാസ് നിന്ന് ഡെൻസർ ടു റെയറിയ, ഗ്ലാസ് നിന്ന് അങ്ങോട്ടേക്ക്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇൻറ്റു സൈൻ സി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇൻറ്റു സൈൻ 90. അങ്ങനെയല്ലേ വരിക. Refractive index of glass 3/2 into sin c equal to refractive index of water 4/3 into sin 91. ഇനി എന്തൊക്കെ വെട്ടാൻ പറ്റും കുട്ടികളെ, ഒന്നും വെട്ടാനില്ലല്ലോ. സോ സൈൻ സി ഈക്വൽ ടു 8/9 വരും, സി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 8/9 വരും അല്ലേ. സോ വിച്ച് ഓപ്ഷൻ ഇസ് ആൻസർ ഇല്ലേ, ഓപ്ഷൻ 3 അല്ലേ, സൈൻ ഇൻവേഴ്സ് 8/9. അതായത് സ്നെൽസ് ലോ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 20. റേഷ്യോ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ലൈറ്റ് ടു ബ്ലൂ ലൈറ്റ് ഇൻ എയർ ഈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു n ഈക്വൽ ടു എന്താകുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു n ഈക്വൽ ടു ലാംഡ ബൈ ലാംഡ മീഡിയം. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്, വാക്വത്തിൽ വേവ് ലെങ്ത് ആണ്, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊപ്പോർഷണൽ ടു 1/λ മീഡിയം. സോ റെഡ് ലൈറ്റിൻ്റെയും ബ്ലൂ ലൈറ്റിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. സോ എൻ റെഡ് ബൈ എൻ ബ്ലൂ ഈക്വൽ ടു ലാംഡ ബ്ലൂ ബൈ ലാംഡ റെഡ്. ലാംഡ ബ്ലൂ എന്താണ്, ലെസ് ദാൻ ലാംഡ റെഡ് അല്ലടാ. ബ്ലൂവിനല്ലേ വേവ് ലെങ്ത് മിനിമം, റെഡിനല്ലേ വേവ് ലെങ്ത് മാക്സിമം കൂടുതൽ. വിബ്ജിയോറിൽ ബ്ലൂയിഷ് റീജിയൻ്റെ വേവ് ലെങ്ത് കുറവും റെഡിഷ് റീജിയൻ്റെ വേവ് ലെങ്ത് കൂടുതലും അല്ലേ. സോ ലാംഡ ബി സ്മോളർ ദാൻ ലാംഡ ആർ അല്ലേ. സോ NR ബൈ NB ലെസ് ദാൻ യൂണിറ്റി അല്ലേ വരിക, 1-നേക്കാളും കുറവായിരിക്കില്ലേ. സോ ഓപ്ഷൻ 1. Question number 21. The critical angle of light going from medium A to medium B is theta. ഓഹോ, എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോഴുള്ള ക്രിട്ടിക്കൽ ആംഗിൾ തീറ്റയാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എ ഈസ് വി, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ബി. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ നേരത്തെ എവിടെ അങ്ങോട്ടൊക്കെ പോകണം, എയിൽ നിന്ന് ബിയിലേക്ക്. സോ എൻ എ ഇൻറ്റു സൈൻ സി ഈക്വൽ ടു NB ഇൻറ്റു സൈൻ 90. കാരണം ബിയിൽ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ തൊട്ടടുത്ത മീഡിയത്തിൽ 90 ഡിഗ്രി അല്ലേ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് C/V എന്ന് എഴുതാലോ. സോ C/, വെലോസിറ്റി ഇൻ എ ഇൻറ്റു സൈൻ സി ഈക്വൽ ടു NB യും C/, വെലോസിറ്റി ഓഫ് ബി ഇൻറ്റു 1 വരും.
CC30 ഇല്ലേ കുട്ടികളെ? CC30 എന്താ ചോദിച്ചത്? ബിയിലുള്ള ലൈറ്റല്ലേ സ്പീഡല്ലേ ചോദിച്ചത്? ബി ഇങ്ങോട്ട് വരട്ടെ, ബാക്കി അങ്ങോട്ട്. സോ VB ഈക്വൽ ടു VA ന്യൂമറേറ്ററിൽ പോയി ബൈ സൈൻ സി. സിക്ക് പകരം തീറ്റയാണുള്ളത്. സോ VAക്ക് പകരം V എന്ന് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ. സോ V ബൈ സൈൻ തീറ്റ. ആഹാ, അത്ര പെട്ടെന്ന് ആൻസർ കിട്ടി. ഇതിൻ്റെ സൊല്യൂഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കൺഫ്യൂഷൻ ആവേ, കുറേ വളഞ്ഞ് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. A glass prism of refracting angle 60 degree gives a minimum deviation 30 degree. 60 degree minimum deviation ആണ്. And refracting angle prismത്തിൻ്റെ ആംഗിൾ 60 degree minimum deviation ആണ്, ക്യാപിറ്റൽ D. ആൻഡ് ചില ആൾക്കാർ ഡോ എം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എന്ത് സിമ്പിൾ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. റിഫ്രാക്റ്റീവിന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. N ഈക്വൽ ടു സൈൻ A പ്ലസ് D ബൈ 2 ബൈ എന്താ വരിക? സൈൻ A ബൈ 2. ഓക്കെ, സൈൻ ആംഗിൾ ഓഫ് പ്രിസം എത്രയാ? 60 പ്ലസ് 30 ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ 60 ബൈ 2. ശരിയല്ലേ? 60 പ്ലസ് 30 90 ബൈ 2 45 അല്ലേ? സോ സൈൻ 45 ബൈ സൈൻ 30 വരും. സൈൻ 45 എത്രയാണ് മക്കളെ? സൈൻ 45 1 ബൈ √2, സൈൻ 30 1 ബൈ 2. സോ 2 ബൈ √2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2. √2 ആൻസർ ഉണ്ടോ? ഓപ്ഷൻ 3. ഓക്കെ, ഇത് സിമ്പിൾ ഇക്വേഷനാണ്. ഇതിൻ്റെ പ്രൂഫൊക്കെ നിങ്ങൾ 11th 12th പഠിച്ചതുമാണ്. ശരിയല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 23. A ray of light is incident normally on one of the faces of prism. Apex angle 30 degree ആണ്, refractive index √2 ആണ്, angle of deviation of the ray. ഈ പ്രിസത്തിൻ്റെ കാര്യം വന്നാൽ നേരെ ഡയഗ്രാം വരച്ചാൽ മതി, എന്നാൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഇതൊരു പ്രിസമാണെന്ന് വരച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. നോർമലായിട്ടാണ് ഇൻസിഡൻ്റ് ആയത്. അപ്പോൾ ലൈറ്റ് റേ നേരെ വന്ന് വീണു. നേരെ വന്ന് വീണ I0 അല്ലേ? നോർമലിനോടുള്ള ആംഗിൾ 0 അല്ലേ? I0 ആകുമ്പോൾ ഇവിടെയുള്ള R1 എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ലൈറ്റ് റേ നേരെ പോകും. R1 എന്തായിരിക്കും? 0. ഇതാണ് ആംഗിൾ ഓഫ് പ്രിസം A എന്ന് പറയണം അല്ലേ? എന്നിട്ട് ഇവിടെ നമുക്കൊരു നോർമൽ വരച്ചൂടെ? ഇവിടെ നോർമൽ വരക്കാം. അവിടെ നോർമൽ വരച്ചാൽ നോർമലിനോടുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എമർജൻസി E എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് എമർജൻസി E. സോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് ഇവിടെ ചോദിച്ചത് അല്ലേ കുട്ടികളെ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് പ്രിസം R1 R2 A ഈക്വൽ ടു R1 പ്ലസ് R2 അല്ലേ മക്കളെ? സോ ആംഗിൾ ഓഫ് പ്രിസം എത്രയാണ്? പ്രിസത്തിൻ്റെ അപ്പെക്സ് ആംഗിൾ 30 ആണ്, R1 0 ആണ്, പ്ലസ് R2. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, R2 എത്ര ഡിഗ്രിയാണെന്ന് മനസ്സിലായി? 30 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. R2 30 ഡിഗ്രി ഇവിടെ അല്ലേ? സോ R2 കിട്ടിയ സ്ഥിതിക്ക് ഇനി E കിട്ടൂല. സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ പോരെ? സോറി, R2 എന്നല്ലടാ എഴുതേണ്ടത്. സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ പോരെ? ഉള്ളിലുള്ള ഇൻസിഡൻറ്റ് ആംഗിൾ അല്ലേ R2. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഇൻറ്റു സൈൻ R2 ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇൻറ്റു സൈൻ E. കാരണം പുറത്തേക്ക് എത്തിയ എയർ ആയില്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം √2 ആണ്. സോ √2 ഇൻറ്റു സൈൻ R2 30 അല്ലേ? ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആയിട്ട് എടുക്കുക, സൈൻ E കിട്ടും. ഇപ്പോൾ √2 ഇൻറ്റു സൈൻ 30 1/2 അല്ലേ? ഈക്വൽ ടു സൈൻ E. √2 ബൈ 1/2 താഴെ √2 എന്ന് എഴുതാം. സോ 1/√2 ഈക്വൽ ടു സൈൻ E വരും. സോ ഇവിടുന്ന് കിട്ടി എന്ത്? E എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി കുട്ടികളെ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ഡോ ഈക്വൽ ടു I പ്ലസ് E മൈനസ് A അല്ലേ? I0 ആണ്, E 45 നമുക്ക് കിട്ടിയിട്ടുണ്ട്. A എത്രയാണ്? 30 ഡിഗ്രി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സോ 45 മൈനസ് 30 എത്ര ഡിഗ്രിയാണ്? 15 ഡിഗ്രിയാണ്. ആൻസർ ഓപ്ഷൻ 1. എന്തെങ്കിലും പറയാനുണ്ടോ? പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നേരെ ഡയഗ്രാം വരച്ച് നോക്കാം, എന്നാൽ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇനി സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പറയണേ, നിങ്ങളാരൊന്നും പറയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോണത്. ഇനി എന്ത് ചെയ്യുക? ഇനി സ്പീഡ് കൂടുതലുള്ള ആൾക്കാർ ഒന്ന് സ്ലോ ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, ഒന്ന് പോസ് ചെയ്ത് കണ്ടാൽ മതി. ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നേരെ സൊല്യൂഷൻ കോപ്പി അടിക്കുകയല്ല വേണ്ടത്. പകരം എന്ത് ചെയ്യുക? ഞാൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസറും എനിക്ക് കിട്ടിയ ആൻസറും
കറക്റ്റാണോ നോക്കുക, കറക്റ്റാണെങ്കിൽ എന്ത് ചെയ്യുക, മെത്തേഡും കറക്റ്റ് തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അല്ലാതെ വെറുതെ ഇങ്ങനെ ലൈവ് ഇങ്ങനെ നോക്കി നിന്ന് സൊല്യൂഷൻ കോപ്പി അടിച്ചത് കൊണ്ടായില്ല. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താൽ അതേ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റണം. എന്നാലേ നമ്മളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രോപ്പറായി ചെയ്തു എന്ന് പറയാൻ പറ്റും. ചില കുട്ടികൾ പറയും, സാർ റേ ഒപ്റ്റിക്സിൽ ഞാൻ 1000 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, 800 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, 500 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അത് മതിയോ എന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ എത്ര ചെയ്യുന്നു എന്നുള്ളതല്ല, എത്ര അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, കൺസെപ്റ്റ് മനസ്സിലാക്കിയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്ത മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനായിട്ടില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ പറഞ്ഞേ? ഓക്കെ, സോ നമ്മൾ 100 ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്താൽ ആ 100 ടൈപ്പ് ക്വസ്റ്റ്യനും പിന്നെ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചം. അല്ലാതെ കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നല്ല. പിന്നെ അങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ 1000 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറാണ്. 800 ക്വസ്റ്റ്യൻ ചെയ്താൽ സൂപ്പറാണ്, 500 ക്വസ്റ്റ്യൻ ചെയ്താൽ സൂപ്പറാണ്. ഓക്കെ, വെറുതെ കുറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുക, ഏതെങ്കിലും വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ഏതെങ്കിലും മൊഡ്യൂൾ എടുക്കുക, സൊല്യൂഷൻ നോക്കുക, ആൻസർ ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കണം. അതിനാണ് നമ്മളിങ്ങനെ കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് ലൈവ് എടുക്കണം. അല്ലാതെ ഞാൻ വെറുതെ സോൾവ് ചെയ്ത് പോകല്ലല്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി കൺസെപ്റ്റ് വേണ്ട ആൾക്കാർക്ക് ഇതിങ്ങനെ വിശദമായി കേൾക്കുകയും ചെയ്യാം. കൺസെപ്റ്റ് വേണ്ടാത്ത ആൾക്കാർക്ക് നേരെ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24. A ray of monochromatic light is incident on one refracting face of prism of angle 75 degree. It passes through the prism and is incident on other face at critical angle. If the refractive index of the material of the prism rooted to angle of incidence on the first face of prism is, പ്രിസത്തിൻ്റെ ആംഗിൾ 75 ഡിഗ്രിയാണ്. 75 ഡിഗ്രി ഉള്ള പ്രിസത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ലൈറ്റ് റേ വന്നിടിക്കുന്നു. ഇവിടെ എത്ര ഡിഗ്രിയാണെന്ന് പറഞ്ഞാൽ 75 ഡിഗ്രി. ഓക്കെ, ഒരു ഭാഗത്തേക്ക് ലൈറ്റ് റേ വന്നിടിക്കുന്നു, ഇടിക്കട്ടെ. നോർമൽ വരക്കല്ല, നോർമൽ വരച്ചിട്ട് ഇടിച്ചോട്ടെ. സോ ഇങ്ങനെ വന്നിടിക്കുന്നു, ലൈറ്റ് റേ വന്നിടിച്ചു. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അവിടുന്ന് ലൈറ്റ് റേ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയ ലൈറ്റ് റേ, അപ്പോൾ ഇവിടെ ഒരു R1 ആംഗിൾ ഉണ്ടാകും, ശരിയല്ലേ? ഉള്ളിലേക്ക് പോയ ലൈറ്റ് റേ അവിടുന്ന് എന്താ, ക്രിറ്റിക്കൽ ആംഗിൾ ആയിട്ടാണ് പോകുന്നത്. ക്രിറ്റിക്കൽ ആംഗിളിലാണ് വന്നിടിച്ചത്. ക്രിറ്റിക്കൽ ആംഗിളാണ് വന്നിടിച്ചത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ ഇങ്ങനെ ഗ്രേസസ് ദ സർഫസ് എന്നാ പറയാം, ഇങ്ങനെയാണ് പോവുക. സോ ഇവിടെ നമുക്കൊരു നോർമൽ വരച്ചൂടെ, ഇവിടെ നമുക്കൊരു നോർമൽ വരക്കാം. സോ ഇവിടെ ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. ആംഗിൾ ഓഫ് എമർജൻസ് എത്ര ഡിഗ്രി ഉണ്ടാവുക, 90 ഡിഗ്രിയാണ് ഉണ്ടാവുക. സോ ഇവിടെ എന്തുണ്ടാകും, R2 ഉണ്ടാകും. എന്തുണ്ടാകും, R2. ഒരു കാര്യം ഉറപ്പാണ്, എന്ത്, R1 + R2 എന്താകുന്നു, A ആകുന്നു. പക്ഷെ R1 നമുക്കറിയില്ല. R1 അറിഞ്ഞാൽ I കണ്ടുപിടിക്കുക, ഇയാളെ കണ്ടുപിടിക്കേണ്ടേ. R2 നമുക്കറിയില്ല, പക്ഷേ E നമുക്കറിയാം, അവിടെ ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രിസത്തിൻ്റെ ഉള്ളിൽ നിന്നല്ലേ പുറത്തേക്ക് ലൈറ്റ് റേ പോകുന്നത്, സെക്കൻഡ് ഫേസിൽ. ഓക്കെ, R2. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഇൻറ്റു സൈൻ R2 ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇൻറ്റു സൈൻ E. 90 എന്ന് കൊടുത്താൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം √2 ക്വസ്റ്റ്യനിലുണ്ട്, സൈൻ R2 അറിയില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1, സൈൻ E സൈൻ 91. ഓക്കെ, സോ സൈൻ R2 എന്ത് സംഭവിച്ചു കുട്ടികളെ, അത് എഴുതിയത്. സൈൻ R2 എന്ത് സംഭവിച്ചു, 1/√2. സോ R2 എത്ര ഡിഗ്രിയാണെന്ന് മനസ്സിലായി, 45 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. കുട്ടികളെ R2 45 ഡിഗ്രി ആണെങ്കിൽ R1 + R2 A അല്ലേ, അപ്പോൾ R1 = A - R2 അല്ലേ വരിക. A എത്രയാ, 75 - 45. R1 എത്ര ഡിഗ്രി വന്നു, 30 ഡിഗ്രി വന്നു. R1 കിട്ടി. R1 കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഫസ്റ്റ് സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ പോരെ I കിട്ടണമെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇൻറ്റു സൈൻ I ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഇൻറ്റു സൈൻ R1. അതായത് നമ്മൾ രണ്ടാമത്തെ സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് R2 കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ നമുക്ക് എന്ത് കിട്ടി, R2 കിട്ടിയ സ്ഥിതിക്ക് R1 കിട്ടിയേ നമുക്കറിയാവുന്നത് കൊണ്ട്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, സ്നെൽസ് ലോ വീണ്ടും ഫസ്റ്റ് സർഫസിൽ. അപ്പോൾ എയർ എന്ന് ഉള്ളിലേക്കാണല്ലോ പോണേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആണ്, സൈൻ I ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം √2 ആണ്. സൈൻ R1 30 അല്ലടാ, സൈൻ 30 എത്രയാണ്, 1/2. സോ സൈൻ I ഈക്വൽ ടു √2, 1/√2 അല്ലേ വരിക. സോ I ഈക്വൽ ടു എത്ര വരും, 45 ഡിഗ്രി വരും.
ഐ ഈക്വൽ എത്ര വരും 45 ഡിഗ്രി. ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടുന്നില്ലേ? ഓക്കെ, അതായത് പ്രിസം ആകുമ്പോൾ നേരെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി, നമ്മളെല്ലാ കൺഫ്യൂഷനും തീർന്നു കിട്ടും. ഇനി അടുത്ത പോട്ടെ, ക്വസ്റ്റ്യൻ നമ്പർ 25. When light rays are incident on a prism at an angle of 45 degree, the minimum deviation is obtained. Oh, minimum deviation athre. Refractive index of the material of prism rotate to angle of prism ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പല രൂപത്തിൽ കണ്ടുപിടിക്കാം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. നമുക്ക് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കൊടുത്തില്ല, അത് വെച്ച് വേണം കണ്ടുപിടിക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ 2 ബൈ സൈൻ എ ബൈ 2. ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആംഗിളാണ് 45 ഡിഗ്രി വന്നത്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ അല്ലേ ആക്ച്വലി ഉണ്ടാവുക. സോ ഈ ഐ ആണെന്ത് എ പ്ലസ് ഡി ബൈ 2. അത് എത്ര ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്? 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ എൻ ഈക്വൽ ടു ആക്ച്വലി ഇതെന്ത് ചെയ്താൽ മതി? സൈൻ ഐ ബൈ സൈൻ എ ബൈ 2. ഈ ആറാണ് എന്ത്? എ ബൈ 2. കാരണം എന്താണെന്ന് അറിയാം, R1 R2 സെയിം ആയിരിക്കുമല്ലോ മിനിമം ഡീവിയേഷൻ, അതിനല്ല സിമ്പിളി ആർന്ന് കൊടുക്കുന്ന. ഓക്കെ, എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എൻ എത്രയാടാ? √2 സൈൻ ഐ സൈൻ 45 അല്ലേ വരിക? സൈൻ 45 ബൈ സൈൻ എ ബൈ 2. സോ √2 ഈക്വൽ ടു √2 ആണ്. ഇത് V2 എന്നൊന്നും വായിക്കരുതേ കുട്ടികളെ. സൈൻ 45 1 ബൈ √2 ആണ്, ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 വരും. √2 ഇങ്ങോട്ട് പോട്ടെ. സോ √2 ഇൻറ്റു √2 എന്ത് വരും? 2 വരും. 2 ഈക്വൽ ടു എന്ത് വന്നു? സൈൻ എ ബൈ 2 വന്നു. 2 ആണ് വരിക. സൈൻ എ ബൈ 2 അങ്ങോട്ട് പോയി. സൈൻ എ ബൈ 2 അങ്ങോട്ട് പോയപ്പോൾ √2 താഴേക്കാണ് വരിക. ഇതാരാണ് തിരിച്ചെഴുതിയത്? സോ സൈൻ എ ബൈ 2 എന്ത് വരും? √2 1 ബൈ 2 വരും. സൈനിന് 1 ബൈ 2 വരണമെങ്കിൽ ആംഗിൾ 30 ആയിരിക്കണം. സോ എ ബൈ 2 30 വരും. സോ എ എത്ര വരും? 60 ഡിഗ്രി അല്ലേ? എ ഈക്വൽ എത്ര വരും? 60 ഡിഗ്രി. സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ എന്ത് കൊടുക്കുക? സ്നെൽസ് ലോ കൊടുക്കാം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇൻറ്റു സൈൻ ഐ. സൈൻ ഐ 45 ഡിഗ്രി ആണുള്ളത്, എയർ 1 ബൈ √2 ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം √2 ഇൻറ്റു സൈൻ ആർ എന്ന് കൊടുക്കുക. R1 R2 ഒക്കെ സെയിം ആയിരിക്കും. സോ ആർ അവിടെ നിന്ന് കിട്ടും. R എ ബൈ 2 ആണ്. സോ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26. പ്രിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ. ദർ ഈസ് എ സ്മോൾ ബ്ലാക്ക് ഡോട്ട് at the center C of a solid glass sphere of refractive index mu. When seen from outside, the dot will appear to be located. എങ്ങനെ? ഒരു സ്മോൾ ബ്ലാക്ക് ഡോട്ട് ഉണ്ട് at the center C of the ഓക്കെ എവിടെ പോയി? ഇതാണ് സർക്കിൾ. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്മോൾ ബ്ലാക്ക് ഡോട്ട് ഉണ്ട്. ബ്ലാക്ക് ഡോട്ടിന് പിന്നെ ബ്ലാക്ക് കളർ കൊടുത്താൽ പോരെ ചങ്ങാതി? മതി. ബ്ലാക്ക് ഡോട്ട് പുറത്തുനിന്ന് നോക്കിയാൽ ബ്ലാക്ക് ഡോട്ട് എവിടെയായിട്ടാണ് കാണാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു പാത്രത്തിലെ വെള്ളം മുകളിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ ഡെപ്ത് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യും, അപ്പാരൻറ്റ് ഡെപ്താണ് ഫീൽ ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? എവേ ഫ്രം സി ഫോർ ഓൾ വാല്യൂസ് ഓഫ് മീ അറ്റ് മ്യൂ അറ്റ് സി ഫോർ ഓൾ വാല്യൂസ് ഓഫ് മ്യൂ അറ്റ് സി ഫോർ മ്യൂ ഈക്വൽ 1.5 ബട്ട് എവേ ഫ്രം സി ഫോർ മ്യൂ നോട്ട് ഈക്വൽ 1.5. ഏതാ ആൻസർ വരിക? ഓപ്ഷൻ 2 ആ വരിക. എന്താ കാര്യം എന്നറിയാം? സെൻറ്ററിൽ നിന്നല്ലേ ലൈറ്റ് പുറത്തേക്ക് വരിക. ലൈറ്റ് പുറത്തേക്ക് സെൻറ്ററിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയല്ലേ വരിക മക്കളെ? ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ആക്ച്വലി 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രിയിലാകുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുമോ? റിഫ്രാക്ഷൻ നടക്കൂല. ഐ 90 അല്ലേ? അതായത് സ്നെൽസ് എൻ ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ അല്ലേ? സോ ഐ 90 അല്ല, ഐ നോർമലിനോടുള്ള ആംഗിളാണ് വേണ്ടത്. സോറി, ഐ 0 ഡിഗ്രി അല്ലേ വരിക? ഐ 0 ഡിഗ്രി വരുമ്പോൾ എൻ 0 ആയിരിക്കില്ലേ? അപ്പം നോ റിഫ്രാക്ഷൻ. എന്ത് നടക്കില്ല? റിഫ്രാക്ഷൻ നടക്കില്ല. സോ ഇവിടെ നിന്നുള്ള ലൈറ്ററെ എല്ലാ ഭാഗത്തേക്കും ലൈറ്ററെ ഈ സ്ഫിയറിന്
പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോവുക. സ്ഫിയറിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ നോർമലിന് പാരലൽ ആയിരിക്കും. കാരണം നോർമൽ എപ്പോഴും റിഫ്രാക്റ്റിംഗ് സർഫസിന് പാരലൽ ഇങ്ങനെയല്ലേ വരയ്ക്കുക, റിഫ്രാക്റ്റിംഗ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വരയ്ക്കുക. സോ റേയും പെർപെൻഡിക്കുലർ, നോർമലും പെർപെൻഡിക്കുലർ. സോ ഓരോ റേക്കും I0 ആകുമ്പോൾ ആറും 0, I0 ആകുമ്പോൾ ആരും 0, ആറും 0. അപ്പോൾ റിഫ്രാക്ഷൻ നടക്കുമോ? റിഫ്രാക്ഷൻ നടക്കില്ല. റിഫ്രാക്ഷൻ നടക്കുന്നില്ല എങ്കിൽ ലൈറ്റ് റേ ബെൻഡിങ് ഇല്ല. ബെൻഡിങ് ഇല്ലെങ്കിൽ എവിടെയാണോ ആക്ച്വലി ഒബ്ജക്റ്റ് ഉള്ളത് അവിടെ തന്നെ ഒബ്ജക്റ്റ് ഉള്ളത് പോലെ തോന്നും. ഓക്കെ, സോ ഓപ്ഷൻ 2 26. ഓക്കെ, അടുത്ത 27. ദി ഇമേജ് കാണുന്നില്ലേ? യെസ്, ദി ഇമേജ് ഫോർ ദ കൺവേർജിങ് ബീം ആഫ്റ്റർ റിഫ്രാക്ഷൻ ത്രൂ ദ കർവ്ഡ് സർഫസ് ഈസ് ഫോംഡ് അറ്റ്. ഇതൊരു കർവ്ഡ് സർഫസാണ്. ഇതാ കർവ്ഡ് സർഫസ്, ഇങ്ങനൊരു കർവ്ഡ് സർഫസ്. ഓക്കെ, ഇതാണ് സാധനം. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇമേജാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലൈറ്റ് റേ കൺവേർജ് ചെയ്തിട്ടാണ് വരുന്നത്. ലൈറ്റ് റേ എങ്ങനെയാണ് വരുന്നത്? കൺവേർജ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്നറിയോ? ഈ ലൈറ്റ് റേ അവിടെ ഇടിച്ച് നേരെ ഇങ്ങോട്ട് വരൂലേ? ഈ ലൈറ്റ് റേ അവിടെ ഇടിച്ച് നേരെ ഇങ്ങോട്ട് വരൂലേ? സോ ഇവിടെ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യാം. അപ്പോൾ ഉള്ളിലുള്ള പി എന്നുള്ളത് എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് എന്ത് ഒബ്ജക്റ്റ് ആയിരിക്കും? വെർച്വൽ ഒബ്ജക്റ്റ് ആയിരിക്കും. എന്ത് ഒബ്ജക്റ്റ് ആയിരിക്കും? വെർച്വൽ ഒബ്ജക്റ്റ് ആയിരിക്കും. കാരണം ലൈറ്റ് റേ ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലേ പോണേ. ഓക്കെ, സോ യു എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കുക? +30 കൊടുക്കുക. യു എന്താണ്? +30. വി അറിയില്ല, വി കണ്ടുപിടിക്കണം. റേഡിയസ് ഓഫ് കർവേച്ചറോ? റേഡിയസ് ഓഫ് കർവേച്ചർ 20 + 20 ആണ്. അതും അങ്ങനെ തന്നെയാണ്. ശരിയല്ലേ? നമ്മുടെ ഇക്വേഷൻ കൊടുക്കുക. ഇക്വേഷൻ എന്തായിരുന്നടാ? N2/V - N1/U = N2 - N1/R അല്ലേ? N2 എന്താണ്? സെക്കൻഡ് മീഡിയം 1 അല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ? ഓക്കെ, സോ 1/V മൈനസ് ആരൊന്നും പറയില്ലല്ലോ 3/2/U എത്രയാണ്? +30 = N2. 1 - 3/2/R എത്രയാണ്? +20. സോൾവ് ചെയ്താൽ വി കിട്ടൂലേ? വി കിട്ടൂലടാ. എന്നാൽ സോൾവ് ചെയ്യാം. എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ഒരു 3 ഉണ്ട്, 30 ഉണ്ട്, ഇത് 10 ആക്കി മാറ്റി. സോ 1/V, അപ്പോൾ 2 താഴേക്ക് വന്ന് 1/20 ആയില്ല, അത് അങ്ങോട്ട് പ്ലസ് ആയി. 1/20 അപ്പുറത്തെ സൈഡിലേക്ക് പോയി. പിന്നെ 1 - 3/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 - 3/2 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ വരിക? -1/2. -1/2 താഴെ 20 ഉണ്ട്, സോ -1/40 വരും. സോ 1/20 - 1/40, 1/20യുടെ ഹാഫ് അല്ലേടാ 1/40. സോ -1/40 അല്ലേ വരിക? സോ 1/V = -1/40 വരും. സോ V = എന്താ വരിക? V = -40. ആൻസർ ഉണ്ടാ? V = -40. ഓ സോറി, മൈനസ് ഉണ്ടാവില്ല, പ്ലസ്. 1/20 അല്ലേ വലുത്? 1/20 വലുതും ചെറുതല്ലേ പോണേ. സോ V = +40 ആണ് ഉണ്ടാവുക. V = എത്ര ഉണ്ടാവുക? +40. സോ വിച്ച് ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ 1. ഓക്കെ, സോ ഇത് എവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്, എങ്ങനെയാണ് പിന്നെ ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നത്, അതൊക്കെ വെച്ചിട്ടാണ് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം. ഓക്കെ, കൺവേർജിങ് ലൈറ്റ് റേ ആകുമ്പോൾ ഒബ്ജക്റ്റ് എപ്പോഴും വെർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. ഒബ്ജക്റ്റ് എന്തായിട്ട് എടുക്കുക? വെർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക കൺവേർജിങ് റേസ് ആകുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28. An object is placed at a distance of 5 cm from a convex lens of focal length 10 cm. Then image എവിടെയായിരിക്കും? ഇമേജിൻ്റെ സ്വഭാവം എന്തായിരിക്കുന്ന ചോദ്യം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത്തും തന്നിട്ടുണ്ട്, ലെൻസ് ഏതാണെന്ന് തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഇക്വേഷൻ എഴുതാം. 1/V - 1/U = 1/F അല്ലേ? 1/V, V അറിയില്ലടാ. 1/V - U എത്രയാ? 1/5. സോ -1/5 -1/-5 = 1/F. F എത്രയാ? 10. സോ ഇത് പ്ലസ് ആകും, അപ്പുറത്ത് പോകും മൈനസ് ആവും അല്ലേ? 1/V = 1/10 - 1/5. ഏതാ വലുത്? 1/5 അല്ലേ? 1/5ൻ്റെ ഹാഫ് അല്ലേ 1/10. സോ -1/10 വരും. സോ 1/V = -1/10. സോ V = -10 cm. സോ എവിടെയാണ് ഇമേജ് ഉണ്ടാവുക? ലെൻസിൻ്റെ ഫ്രണ്ടിലാ ബാക്കിലാ? ലെൻസ് ആകുമ്പോൾ, മിറർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു, മിററിൻ്റെ ബാക്ക് സൈഡിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും, മിററിൻ്റെ ഫ്രണ്ട് സൈഡിൽ റിയൽ ഇമേജ് ആയിരിക്കും. ലെൻസ് ആകുമ്പോൾ നേരെ തിരിച്ചാൽ ലെൻസിൻ്റെ ബാക്ക് സൈഡിൽ റിയൽ ഇമേജും ലെൻസിൻ്റെ ഫ്രണ്ട് സൈഡിൽ എന്തുവാണ്?
വെർച്വൽ ഇമേജും ആയിരിക്കും. സോ വി -10 എന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് ലെൻസ് അല്ലേ, ഇൻ ഫ്രണ്ട് ഓഫ് ലെൻസ് അല്ലേ, ലെൻസിൻ്റെ ഫ്രണ്ടിലാണ്. ലെൻസിൻ്റെ ഫ്രണ്ടിലാകുമ്പോൾ എന്ത് ഇമേജ് ആയിരിക്കും ഇവിടെ, റിയൽ ആയിരിക്കില്ല, എന്ത് ഇമേജ് ആയിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. വി നെഗറ്റീവ് ആകുമ്പോൾ വെർച്വൽ ഇമേജ് ആയിരിക്കും, ലെൻസ് മിറർ ആകുമ്പോൾ റിയൽ ഇമേജ് ആയിരിക്കും. അതായില്ലേ? ഓക്കെ. ഇനി അടുത്ത് അപ്പോൾ വെർച്വൽ ഇമേജ്, അപ്പോൾ ഓപ്ഷൻ 1 ഓപ്ഷൻ 2 റോങ് ആണെന്ന് മനസ്സിലായി. ഇനി എൻലാർജ്ഡ് ആണോ എന്ന് കണ്ടുപിടിക്കണം. എൻലാർജ്ഡ് ആണോ കണ്ടുപിടിക്കാൻ മാഗ്നിഫിക്കേഷൻ വേണം. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ, ലെൻസ് ആകുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ V/U എന്ന് കൊടുത്താൽ മതി അല്ലേ. വി എത്രയാണ് മക്കളെ, വി എത്രയാണ്, വി -10 ആണ്. യു എന്താണ്, യു -5 ആണ്. സോ എന്ത് വന്നു, 2 വന്നു. സോ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇമേജ് എൻലാർജ്ഡ് ആണ് എന്നർത്ഥം. ഇമേജ് എന്താണെന്ന് അർത്ഥം, എൻലാർജ്ഡ് ആണ്. സോ വെർച്വൽ ആണ്, എൻലാർജ്ഡ് ആണ്. അപ്പോൾ 4 റോങ് ആണ്, കാരണം ഡിമിനിഷ്ഡ് എന്നല്ലേ ഉള്ള അല്ലേ. ഓക്കെ, എൻലാർജ്ഡ് ആണ്. അതായത് മാഗ്നിഫിക്കേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എൻലാർജ്ഡ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിമിനിഷ്ഡ്. ഓക്കെ, ഷോർട്ട് ആയിട്ടുണ്ടാകും ഇമേജ്. ഇനി ഈക്വൽ ടു 1 ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നടന്നിട്ടും ഇല്ല എന്നർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 29. A convex lens of power 4 diopter, 4D diopter and a concave lens of power 3 diopter are placed in contact. The equivalent power combination. പവർ ലെൻസ് ഇതൊക്കെ മിററൊക്കെ അടുത്ത് വരുമ്പോൾ പവർ ആഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പവർ P1 + P2 അറിയാം. ഫോക്കൽ ലെങ്ത് റെസിപ്രോക്കൽ എടുക്കാം അല്ലെ. 1/f = എന്താ എടുക്കുക, 1/f1 + 1/f2. പവർ റെസിപ്രോക്കൽ ഫോക്കൽ ലെങ്ത് ആണല്ലോ. സോ ഒന്നാമത്തെ കോൺവെക്സ് ലെൻസിൻ്റെ പവർ പ്ലസ് ഉണ്ടാവുക, കോൺകേവ് ലെൻസിൻ്റെ പവർ മൈനസ് ഉണ്ടാവുക. സോ 4D + 4D -3D. അപ്പോൾ എന്ത് വരും, +1 ഡയോപ്റ്റർ വരും. സോ ആൻസർ ചെയ്താൽ ഓപ്ഷൻ 1. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 30. ഇൻസൈഡ് വാട്ടർ, വെള്ളത്തിനകത്ത് എൻ എയർ ബബിൾ ബിഹേവ്. എയർ ബബിൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക? എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന കാര്യമാണ്. ഉള്ളിൽ എന്താണിടാ, വെള്ളമാണ് ഉള്ളിലുള്ളത്. വെള്ളത്തിനകത്തൊരു എയർ ബബിൾ, ഉള്ളിലാര്, എയർ. അപ്പോൾ ഇത് പുറത്തുനിന്ന് അതിനെ നോക്കുമ്പോൾ ആൾ കോൺവെക്സ് പോലെയല്ലേ ഉള്ളത്. അപ്പോൾ കുട്ടികളെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. എന്താ കാര്യം എന്നറിയാം, എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാടാ, വാട്ടർ എത്രയാ, 4/3. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ അല്ലേ. സോ ഇവിടെ മീഡിയം, സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളിലുള്ള എയറിനേക്കാളും കൂടുതലല്ലേ. സോ ഓപ്പോസിറ്റ് ബിഹേവിയർ ഉണ്ടാവുക. എന്ത് ബിഹേവിയർ ഉണ്ടാവുക, ഓപ്പോസിറ്റ് ബിഹേവിയർ. നമ്മൾ കാണുമ്പോൾ കോൺവെക്സ് ലെൻസ് പോലെ ഉണ്ടെങ്കിലും എന്ത് ലെൻസ് ആയിരിക്കും, എന്ത് ലെൻസ് പോലെ ബിഹേവ് ചെയ്യുക, കോൺകേവ് ലെൻസ് പോലെയാണ് ബിഹേവിയർ. ഓപ്ഷൻ 2. മനസ്സിലായോ? ഇത് എല്ലാ കേസിലും അപ്ലിക്കബിൾ ആണ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്. രണ്ടും ഒരുപോലെയാണെങ്കിൽ റിഫ്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല അവിടെ. കാരണം രണ്ടും ഒരുപോലെയായില്ലേ. മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരേപോലെ ആണെങ്കിൽ പിന്നെ അവിടെ റിഫ്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ലെസ് ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ആണെങ്കിലോ ലെൻസിൻ്റെ ആക്ച്വൽ ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക, ലെൻസിൻ്റെ ആക്ച്വൽ ബിഹേവിയർ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ആണെങ്കിലോ റിവേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ബിഹേവിയർ ഉണ്ടാവാം. മനസ്സിലായോ? ഓപ്പോസിറ്റ് ബിഹേവിയർ, അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിയിപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പല രൂപത്തിൽ ചോദിക്കാം. വെള്ളത്തിൽ എന്ത് ചെയ്തു, ഒരു ഗ്ലാസിൻ്റെ ഒരു പീസ് ഇട്ടു, ഒരു ഗ്ലാസിൻ്റെ ഒരു എന്താ പറയുക കോൺകേവ് ലെൻസ് ഇട്ട് വെള്ളത്തിനകത്ത്. സോ വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ, 4/3. ഗ്ലാസിൻ്റെതോ 3/2. 3/2 വലുതല്ലേ. അപ്പോൾ ഗ്ലാസ് കോൺകേവ് ലെൻസ് ആണ്, കോൺകേവ് ലെൻസിൻ്റെ ബിഹേവിയർ തന്നെ ഉണ്ടാകും. കോൺവെക്സ് ലെൻസ് ആണ് ഇട്ടതെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെ ബിഹേവിയർ തന്നെ ഉണ്ടാകും. ഇനി നേരെ തിരിച്ച് എന്ത്, ഗ്ലാസിനകത്ത് ഒരു കോൺകേവ് ലെൻസിൻ്റെ ഷേപ്പിൽ വെള്ളത്തിൻ്റെ ഒരു വാട്ടറിൻ്റെ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിച്ചുള്ളിൽ ഗ്ലാസിനകത്ത്. സോ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഗ്ലാസിനകത്ത് വെള്ളത്തിൻ്റെ ഒരു ഇതല്ലേ. അപ്പോൾ 4/3 വരും, പുറത്തെന്താണ് 3/2 അല്ലെങ്കിൽ 1.5. സോ 4/3 കൂടുതലല്ലേ, കുറവല്ലേ. സോ ഓപ്പോസിറ്റ് ബിഹേവിയർ ഉണ്ടാവുക. അപ്പോൾ വാട്ടറിൻ്റെ കോൺകേവ് ലെൻസിലുള്ള ഷേപ്പാണ് ഗ്ലാസിനകത്ത് കുടുങ്ങിയതെങ്കിൽ കോൺവെക്സ് ബിഹേവിയർ ഉണ്ടാക്കുക.
ഇനി ഗ്ലാസിൻ്റെ കോൺവെക്സ് ലെൻസിൻ്റെ ബിഹേവിയർ എന്നൊരു ഷേപ്പാണ്, വെള്ളത്തിൻ്റെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഷേപ്പിലുള്ള ഒരു സാധന ഷേപ്പാണ് ഗ്ലാസിനകത്ത് കുടുങ്ങിയതെങ്കിൽ ആൾക്ക് കോൺകേവ് ബിഹേവിയർ ആയിരിക്കും. അതായത് സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കൂടുതലാണെങ്കിൽ ഓപ്പോസിറ്റ് ബിഹേവിയർ ആയിരിക്കും. സെയിം ആണെങ്കിൽ ലെൻസിന് അവിടെ ഒരു റോളും ഇല്ല. ഓക്കെ, ഓപ്പോസിറ്റ് ആണെങ്കിലോ കൂടുതലാണെങ്കിലോ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഓപ്പോസിറ്റ് ബിഹേവിയറും ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 31. A biconvex lens has focal length 10 cm. It is cut in half and two pieces are placed as shown. Focal length of the final combination is. അതായത് ഒരു ലെൻസ് ഇങ്ങനെയുള്ള ലെൻസിന് രണ്ട് പീസാക്കി എന്താ സംഭവിക്കുക? പവർ പകുതിയാകും അല്ലേ? പവർ ഹാഫ് ആകും. P/2 രണ്ട് ഈക്വൽ പീസല്ല ആക്കിയത്. പവർ ഹാഫായ രണ്ട് പീസുകൾ എന്ത് ചെയ്തു? അടുത്തടുത്ത് വെച്ചു. അപ്പോൾ പവർ എന്തായി? പഴയ പോലെ ആയില്ലേ? P/2 പ്ലസ് P/2 എന്തായിടാ? P ആയില്ലേ? സോ പവറിന് എന്തെങ്കിലും മാറ്റം വരുമോ? അപ്പോൾ ഈ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റം. അപ്പോൾ ഇനീഷ്യലി ഫോക്കൽ ലെങ്ത് എത്ര? 10 ആണ്. അത് തന്നെ കിട്ടും. ഓപ്ഷൻ 1 വരും. ഓക്കെ, മനസ്സിലായോ? അതായത് ലെൻസ് വെർട്ടിക്കലായി കട്ട് ചെയ്താൽ, അതായത് ഇങ്ങനെ കട്ട് ചെയ്താൽ പവർ ഹാഫ് ആകും, ഫോക്കൽ ലെങ്ത് ഡബിൾ ആകും. എന്തുകൊണ്ടെന്നറിയാം? പവർ ഈക്വൽ ടു 1/f അല്ലേ? പവർ ഹാഫ് ആകും. ഇനി ലെൻസ് ഇങ്ങനെ കട്ട് ചെയ്താലോ? ഇങ്ങനെ കട്ട് ചെയ്താൽ ഫോക്കൽ ലെങ്ത്തിനും മാറ്റം വരില്ല, പവറിനും മാറ്റം വരില്ല. പിന്നെ എന്തിനാ മാറ്റം വരിക? ഇമേജ് ഉണ്ടാക്കുന്ന ലൈറ്റിൻ്റെ അളവ് കുറയും. കാരണം പകുതി ഭാഗം മിസ്സിങ് അല്ലേ? ഈ ഭാഗം മിസ്സിങ് അല്ലേ? താഴത്തെ ഭാഗം മിസ്സിങ് അല്ലേ? താഴത്തെ ഭാഗം മിസ്സിങ് അല്ലേ? സോ മേലത്തെ ഭാഗം മാത്രമല്ല ഇമേജ് ഉണ്ടാക്കൂ. സോ ഇമേജിൻ്റെ ക്ലാരിറ്റി എന്ത് ചെയ്യും? കുറയും. അതാണ് വ്യത്യാസം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 32. Two plano convex lenses, each of focal length 10 cm and refractive index 3/2 are placed as shown in figure. In the space left water refractive index 4/3 is filled. The whole arrangement is in air. The optical power of the system in diopter is. ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ട് പ്ലാനോ കോൺവെക്സ് ലെൻസ്. പ്ലാനോ കോൺവെക്സ് ഒരു ഭാഗം പ്ലെയിൻ ആയിരിക്കും, മറ്റേ ഭാഗം കോൺവെക്സും ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 തന്നെയാണ്. ഫോക്കൽ ലെങ്ത് 10 ആണ്. അവരെന്ത് ചെയ്തു? ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഈ ക്വസ്റ്റ്യനിലുള്ള പോലെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിലില്ലേ വെള്ളം നിറച്ചു കൊടുത്തു. അതിൻ്റെ ഗ്യാപ്പിൽ വെള്ളം നിറച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആ വെള്ളം ഒരു കോൺകേവ് ലെൻസ് പോലെ കോൺകേവ് ലെൻസ് പോലെ ബിഹേവ് ചെയ്യും അല്ലേ? ഇവർ രണ്ടുപേരോ കോൺവെക്സ് ലെൻസ് പോലെ ബിഹേവ് ചെയ്യും. ശരിയല്ലേ? ഓക്കെ, ചോദിച്ചത് എന്താണ്? പവറാണ് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? പവർ. അപ്പോൾ ഇവിടെ നമുക്ക് പല രൂപത്തിൽ ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ആദ്യം നിങ്ങൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ അതെന്തായിരുന്നു? പവർ അല്ലെങ്കിൽ 1/f ഈക്വൽ ടു n-1 × 1/r1 - 1/r2 അല്ലേ വരിക? ഓക്കെ, പ്ലെയിൻ ആണെങ്കിൽ, അതായത് പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ R2 എന്ത് ചെയ്യുക? 0 ആക്കുക. R1 നിങ്ങൾ R എന്നും കൊടുത്തിട്ടുണ്ടാവും. സോ ഇവിടെ എന്താ സംഭവിക്കുക? n-1/r വരും. പവർ എന്ത് വരും? n-1/r വരും. ഓക്കെ, പ്ലസ് ആവാൻ വേണ്ടിയാണ് R2 0 കൊടുത്തത് R1. കാരണം കോൺവെക്സിന് പവർ പോസിറ്റീവ് ആണല്ലോ. കോൺവെക്സിന് പവർ പോസിറ്റീവാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ പവർ ഇങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് R/n-1 ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടുപേരുടെയും പവർ നോക്കാം. രണ്ട് പ്ലാനോൻ്റെയും പവർ എടുക്കാം. ഈ രണ്ടുപേരുടെയും പവർ, അതായത് P1 + P2 ഈക്വൽ ടു എന്ത് വരും? n-1/r + n-1/r. ശരിയല്ലേ? അതായത് 2 × n-1/r. സോ 2 × റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 അല്ലേ? 3/2 - 1 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? 1/2 ബൈ എന്ത്? r. r എത്രയാണ്? r. ഓ, 6 തന്നിട്ടില്ല, പകരം ഫോക്കൽ ലെങ്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ 6 നമ്മൾ കണ്ടുപിടിക്കണം. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ 6 കണ്ടുപിടിക്കണം. എന്നാൽ അടുത്തതിൻ്റെ 6 കണ്ടുപിടിക്കാൻ പറ്റൂടാ. അപ്പോൾ f = r/n-1 അല്ല? f = r/n-1.
സോ എഫ് എത്രയാണ് 10 ഈക്വൽ ടു ആർ ബൈ 3/2 മൈനസ് 1 1/2 അല്ലേ വരിക. സോ 1/2 അങ്ങോട്ട് പോയാൽ ആ 10 ഇൻറ്റു 1/2 5 വരും. സോ 5 സെൻറ്റിമീറ്ററാണ് കിട്ടിയത് അല്ലേ. എൻ്റെ 2 പ്ലാനോ കോൺവെക്സ് ഇല്ലേ, 2 പ്ലാനോ അടുത്തടുത്തല്ലേ ഉള്ള കോൺവെക്സ്. സോ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ P1 പ്ലസ് P2. ഇനി 6 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എടുക്കാമല്ലോ. സോ P ഈക്വൽ ടു 6 കിട്ടി അവിടെ കട്ടെ. ഇനി ഫോക്കൽ ലെങ്ത് 10 ആണ്. സോ എന്ത് ചെയ്യുക, 1/F1 പ്ലസ് 1/F2 എടുക്കുക. 6ൻ്റെ ടേബിൾ കണ്ടോ, 6 അടുത്ത ആൾക്ക് വേണം. ഓക്കെ. സോ 1/F1 പ്ലസ് 1/F2 1/F 2 F സെയിം അല്ലേ കുട്ടികളെ. സോ 1/F പ്ലസ് 1/F പവർ എന്ത് വരും, 2/F വരും. സോ 2/10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 10⁻⁻² മീറ്റർ കൊടുക്കണ്ടേ, കൊടുക്കണം. സോ 100 മേലെ പോയി 100/10. സോ പവർ എത്ര വന്നു, 20 ഡയോപ്റ്റർ വന്നു. പവർ 20 അല്ലേ വരിക. 200/10 20 ഡയോപ്റ്റർ. കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? 2/F 2/10. ആൻസർ എങ്ങനെയുള്ള ഡയോപ്റ്റർ തന്നെയല്ലേ ഉള്ളത്. ഓക്കെ, ആൻസർ ഡയോപ്റ്ററിൽ തന്നെയാണ് ഉള്ളത്. 2/10 1/5 20 ഡയോപ്റ്റർ തന്നെ വരാം. ഓക്കെ, നമുക്ക് ഫൈനൽ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഒപ്റ്റിക്കൽ പവറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഓക്കെ, അവർ രണ്ടുപേരുടെയും പവറായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻ ബിറ്റ്വീനുള്ള കോൺകേവ് ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കണം. ഇൻ ബിറ്റ്വീനുള്ള കോൺകേവ് ലെൻസിൻ്റെ പവർ ഞാനിവിടെ ഇതാണ്. 1/F ഈക്വൽ ടു പവർ, അതായത് 1/F ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, n-1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ശരിയല്ലേ. ഓക്കെ. സോ n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മളിവിടെ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ടാ, റേഡിയസ് ഓഫ് കർവേച്ചർ 5 കണ്ടുപിടിച്ചിട്ടുണ്ട്. കോൺകേവ് ആകുമ്പോൾ പവർ പോസിറ്റീവാണോ നെഗറ്റീവാണോ, പവർ നെഗറ്റീവാണ്. സോ ഉള്ളിലുള്ള മൊത്തം നെഗറ്റീവ് കിട്ടണം ഇവിടെ അല്ലേ. സോ n എത്രയാണ് വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ആണ്. സോ 4/3 മൈനസ് 1 ഇൻറ്റു 1/R1 ഇത് മൈനസ് ആയിട്ട് കൊടുക്കുക. 1/-5 സെൻറ്റിമീറ്റർ അല്ലേ ഉള്ള, എവിടെടാ, സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. സോ -5 ഇൻറ്റു 10⁻⁻², മൈനസ് 1/5 ഇൻറ്റു 10⁻². അതായത് ഫോക്കൽ ലെങ്ത് കോൺകേവിൻ്റെ ഇത് മൈനസ് കിട്ടണം. സോ ബ്രാക്കറ്റിനകത്തുള്ള രണ്ടും മൈനസ് വന്നാലല്ലേ ഓവറോൾ മൈനസ് വരും. അല്ലാതെ രണ്ടാമത്തെ ആൾ മൈനസ് ആയാൽ മൈനസ് പ്ലസ് ആകും. R1 മൈനസ് ആക്കും, R2 എന്താക്കുക, പ്ലസ് ആക്കുക. അപ്പോൾ എന്ത് ചെയ്യും, മൈനസ് വരും, ഓവറോൾ മൈനസ് വരും. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് പോട്ടെ. 4/3 മൈനസ് 1 എത്രയാടാ, 1/3 അല്ലേ. 1/3 ഇൻറ്റു 2/100 മുകളിലേക്ക് പോയി 10⁻. ഓക്കെ, /5 മൈനസ് ഉണ്ടാകും. സോ എന്ത് വന്നു, 100/5 20 ആയില്ലേ. 100/5 എന്തായി, 20 ആയി. സോ 2 ഇൻറ്റു 20 40, 40/-40/3 വരും പവർ. ആരുടേത്, ഡയോപ്റ്റർ. ഓക്കെ, 40/3 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക, 4/3 1.3 13.333 അല്ലേ വരിക. 13.333 ഡയോപ്റ്റർ വരിക മൈനസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ടോട്ടൽ കോമ്പിനേഷൻ പവർ എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ടുപേരുടെ പവർ 20 കിട്ടിയിട്ടുണ്ട്, മൈനസ് 13.33 കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ. ആൻസർ ആയില്ലേ കുട്ടികളെ. പറ നെറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 20ൽ നിന്ന് 13.33 മൈനസ് ചെയ്യണം. സോ പ്ലസ് 6.666667 വരും അല്ല, പ്ലസ് 6.666. ആൻസർ ഉണ്ടോ, ഓപ്ഷൻ 1. എന്തെങ്കിലും പറയാനുണ്ടോ, ഒന്നും പറയാനില്ല. ഓക്കെ, കാൽക്കുലേഷൻ ഓരോരുത്തരുടെ ഐഡിയ വെച്ച് ചെയ്യട്ടോ. ഡയോപ്റ്ററാണ്, കാൽക്കുലേഷൻ ഓരോരുത്തരുടെ ഐഡിയ വെച്ച് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് വിഷയങ്ങൾ പറഞ്ഞുതരാം. പ്ലാനോ കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് ഈക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, പവർ ഈക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്ത പോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 34. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ, ഒരു ക്വസ്റ്റ്യൻ മിസ്സിങ്, ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോയിരിക്കും. 32 ഉള്ളത്, പിന്നെ 33 പകരം 34 ആണ്. കുഴപ്പമില്ലെന്നേ. What should be the value of distance D so that
ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദി ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. ഫൈനൽ ഇമേജ് ഒബ്ജക്റ്റിൻ്റെ മേൽ തന്നെയാണുള്ളത്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസസ് ആർ ഗിവൺ ഇൻ ഫിഗർ. ഓക്കെ, ഫൈനൽ ഇമേജ് എവിടെയുള്ളത്? ഒബ്ജക്റ്റിൻ്റെ മേലെ തന്നെ. അവിടെ നമ്മൾ വരച്ച് നോക്കുകയാണ്. ഒബ്ജക്റ്റ് ഇവിടെയല്ലേ റേ ഡയഗ്രാം വരച്ച് നോക്കുന്നൊരു കാര്യം പറയാം. അല്ല, അതിൻ്റെ ആവശ്യമില്ല, എന്നാലും പറയാം, ഐഡിയ മനസ്സിലാക്കണ്ടേ. സോ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ ഇങ്ങനെ പോയി ഇവിടെ എത്തി. ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. ഓക്കെ, സോ ഇയാളുടെ ഫോക്കൽ ലെങ്ത് 10 അല്ലേ മക്കളെ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും 10 അല്ലേ? സോ ഫോക്കസിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കൂലേ? സോ ഇൻഫിനിറ്റി ആണ്, പാരലൽ ആയിട്ടല്ലേ ലൈറ്റ് റേ പോകേണ്ടത്. സോ ഈ രണ്ട് ലൈറ്റ് റേയും, അതായത് എല്ലാ ലൈറ്റ് റേയും പാരലലായിട്ടാണ് പോവുക. പാരലലായി വരുന്ന ലൈറ്റ് റേ എവിടെയാണ് ഫോക്കസ് ചെയ്യുക? അപ്പോൾ രണ്ടാമത്തെ ലെൻസിന് പാരലലായിട്ട് വരുന്നത് എവിടെയാണ് ഫോക്കസ് ചെയ്യപ്പെടുക? ഫോക്കസ് ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും? അറ്റ് ഇറ്റ്സ് ഫോക്കസ് അല്ലേ? സോ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? -20. സോ അതേ ഒബ്ജക്റ്റിൻ്റെ അതേ പൊസിഷനിൽ തന്നെ ഇമേജ് വേണമെങ്കിൽ, ആ ലൈറ്റ് റേ എവിടുന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ തോന്നണം. ഒബ്ജക്റ്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ തോന്നണം. ഇങ്ങനെ പോകുന്ന പോലെ തോന്നണം. സോ ഒബ്ജക്റ്റിൻ്റെ മേലെ തന്നെ ആര് വന്നു എന്ന് പറയാം? ഇമേജ് വന്നു എന്ന് പറയാം. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഒന്നാമത്തെ ആൾക്ക് ഫോക്കസിൽ, കോൺവെക്സ് ലെൻസിന് ഫോക്കസിനാണ് ഒബ്ജക്റ്റ് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. രണ്ടാമത്തെ ആൾക്ക് ലൈറ്റ് റേ പാരലലായിട്ടല്ലേ വരുന്നത്, അപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്, അപ്പോൾ ഇമേജ് അറ്റ് ഫോക്കസ്. ഓക്കെ, സോ ഇമേജ് ഒബ്ജക്റ്റിൻ്റെ മേലെ തന്നെയാണുള്ളത്. അപ്പോൾ കോൺകേവിൻ്റെ ഫോക്കസിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. കോൺകേവിൻ്റെ ഫോക്കസ് ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. സോ ഇവിടേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മക്കളെ ഇവിടെ 10 ഇല്ലേ? അപ്പോൾ 10 + d 20 അല്ലേ? 10 + d 20, d അപ്പോൾ എന്ത് വരും? 10 വരും സെൻറ്റിമീറ്റർ. സോ വിച്ച് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് വൺ? ഓപ്ഷൻ 1. ക്ലിയർ ആയില്ലേ? സിമ്പിൾ കൺസെപ്റ്റാണ്, സിമ്പിളായിട്ട് ആലോചിക്കുക. ഓക്കെ, അടുത്ത Question number 35. A convex or concave diverging lens is made of glass of refractive index 1.5. The convex or concave എന്നാണ് അയാളുടെ എഫക്റ്റീവ് ബിഹേവിയർ കോൺകേവ് ആണ്. അതേസമയം അതിൻ്റെ ഒരു ഭാഗം കോൺവെക്സ് പോലെയാണുള്ളത്. ഈ കോൺകേവും കോൺവെക്സും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയാം? കോൺകേവ് ആകുമ്പോൾ മിഡിൽ തിന്നായിരിക്കും, കോൺവെക്സ് ആകുമ്പോൾ മിഡിൽ തിക്കായിരിക്കും. ഓക്കെ, കോൺവെക്സോ കോൺകേവ് ആണെങ്കിൽ ഒരു ഭാഗം കോൺവെക്സും മറ്റേ ഭാഗം കോൺകേവും ആയിരിക്കും, പക്ഷേ മിഡിൽ തിന്നായി വരുന്ന രൂപത്തിലാണ് ഡയഗ്രാം വരിക. ഓക്കെ, സോ ഡയഗ്രാം വരച്ചാൽ, ഈ ഡയഗ്രാം വരക്കലൊരു പണിയാണ്. ഈ ഭാഗത്ത് കോൺകേവ്, ഈ ഭാഗത്ത് കോൺകേവ്, കോൺകേവ് അല്ല കോൺവെക്സ്. ഇവിടെ ഇങ്ങനെ തിന്നായി വരണം, എഡ്ജിൽ എന്ത് ചെയ്യണം? കട്ടിയും ഉണ്ടാവണം. അപ്പോൾ മിഡിൽ തിന്നും എഡ്ജിൽ കട്ടിയും വരണം, അങ്ങനെയാണ് വരേണ്ടത്. നല്ല എഫക്റ്റീവ് ബിഹേവിയർ എന്താവും? ഉണ്ടാവും. എഡ്ജിൽ കട്ടിയും വരണം, മിഡിൽ എന്തും വേണം? തിന്നും ആവണം, എന്നാലേ കോൺവെക്സോ കോൺകേവ് ബിഹേവിയർ ഉണ്ടാവും. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് 24 സെൻറ്റിമീറ്റർ അവർ. റേഡിയസ് ഓഫ് കർവേച്ചർ ഫോർ വൺ സർഫസ് ഡബിൾ ദാറ്റ് ഓഫ് ദി അതർ. ഏതെങ്കിലും ഒരാളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ മറ്റേയാളുടെ ഡബിൾ ആയിരിക്കുന്നു വിചാരിക്കുക. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഡിയ ഓഫ് കർവേച്ചർ ഓഫ് ദ ടു സർഫസസ് ആർ. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? കോൺവെക്സ് ലെൻസ് നമ്മളെ ഫോമുല എടുക്കട 1/f = n - 1 × 1/r1 - 1/r2. ഇവിടെ ഫോക്കൽ ലെങ്ത് മൈനസ് ആയിട്ട് എടുക്കണം. സോ 1/-24 = n - 1 1.5 - 1 ഇവിടെ മൈനസ് വരണം അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് വരണമെങ്കിൽ ബിഗ്ഗർ മൈനസ് സ്മോളർ വരണം. ബിഗ്ഗർ ആരാ? അതായത് എന്താ പറയണ, ഒന്ന് മറ്റേ ഡബിൾ എന്നല്ലേ പറഞ്ഞേ? സോ R1 6 എടുത്ത R2 എന്ത് വരണം? 2R വരണം. ഓക്കെ, സ്മോളർ മൈനസ് ബിഗ്ഗർ വരണം. അപ്പോൾ സ്മോളർ ആരാ? 1/2R അല്ലേ? 1/2R - 1/r വരണം, എന്നാലേ റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് വരും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1/rന് മൈനസ് കൊടുക്കുക, -1/r -1/r കൊടുക്കുക. അങ്ങനെ കൊടുത്താലും മതി. നിങ്ങൾ 1/2R കൊടുക്കുക, അങ്ങനെ കൊടുത്താലും മതി, എന്തെങ്കിലും ആവട്ടെ. സോ -1/24 = ഇത് 0.5 അല്ലേ വരും മക്കളെ? 1/2R 1/r പോയാൽ -1/2R വരും. ശരിയല്ലേ? 1/2R വരും. ഓക്കെ, ഇനി 6 ഇവിടുന്ന് കിട്ടൂലേ?
24/12 വരും, പിന്നെ 0.5. സോ ആർ എത്ര വരും? ആർ 6 സെൻറ്റിമീറ്റർ വരും. ആർ 6 ആണെങ്കിൽ R2 12 അല്ലേ വരിക? സോ 6 × 12 ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 1. 6 × 12 ആൻസർ ഉണ്ടോ? ഓക്കെ. അതായത് ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ കോൺവെക്സിന് പോസിറ്റീവ് വരണം, കോൺകേവിന് നെഗറ്റീവ് വരണം. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? R1 R2 സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ബെസ്റ്റ് പരിപാടി. ഓക്കെ, 36. എന്താണ് 36th ക്വസ്റ്റ്യൻ? വെൻ എ ലെൻസ് ഓഫ് പവർ P ഇൻ എയർ ഈസ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ 0, ദെൻ പവർ ഓഫ് ലെൻസ്. എടാ പവർ എന്ന് പറഞ്ഞാൽ 1/f അല്ലേ? 1/fൻ്റെ ഇക്വേഷൻ അല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 × 1/R1 - 1/R2. സോ പവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n-1 എന്ന് പറയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് -1. സോ പവർ ഓഫ് ലെൻസ് ലിക്വിഡിലുള്ളതാണ് വേണ്ടതല്ലേ? പവർ ഓഫ് ലെൻസ് ഇൻ ലിക്വിഡ് ഡിവൈഡഡ് ബൈ പവർ ഓഫ് ലെൻസ് ഇൻ എയർ. ലെൻസ് ഗ്ലാസ് കൊണ്ടല്ലേ ഉണ്ടാവുക, ഞാൻ ഗ്ലാസ് എന്ന് എഴുതട്ടാ. P ലിക്വിഡ് ബൈ P ഗ്ലാസ് ഈക്വൽ ടു, സോ ഇവിടെ എന്ത് വരും? n ഗ്ലാസ് ബൈ മീഡിയം n ലിക്വിഡ് അല്ലേ, -1 ഡിവൈഡഡ് ബൈ മീഡിയം വരുന്നുണ്ടെങ്കിൽ ഈ എന്നിന് പകരം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് കൊടുക്കേണ്ടത്. എയർ ആണ് അല്ലെങ്കിൽ വാക്വം ഒക്കെ ആണെങ്കിൽ റിലേറ്റീവ് നോക്കണ്ട. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് -1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ അല്ലേ? സോ മ്യൂ ബൈ ലിക്വിഡിൻ്റെത് μ0 അല്ലേ? മ്യൂ ബൈ μ0 -1 ഡിവൈഡഡ് ബൈ മ്യൂ -1. സോ മ്യൂ -μ0 ബൈ ഒരു μ0 താഴെ ഉണ്ടാവൂലേ? മ്യൂ -1. കാണുന്നുണ്ടാ അല്ലേ? ഓക്കെ, ഇതാണ് പവർ ഇൻ ലിക്വിഡ് ബൈ പവർ ഇൻ എയർ. എയർ എന്ന് പറയാം, ഗ്ലാസ് എന്ന് പറയണ്ട. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. സോ പവർ ഇൻ ലിക്വിഡ് അപ്പം എന്തായിടാ? പവർ ഇൻ എയർ അങ്ങോട്ട് പോകണം. സോ മ്യൂ -μ0 ബൈ μ0 ഇൻറ്റു മ്യൂ -1 ഇൻറ്റു പവർ ഇൻ എയർ. പവർ ഇൻ എയർ P അല്ലേ കൊടുത്തേക്കുന്നത്? സോ ആൻസർ ഏതാ വരുന്നത്? 1 വരൂല, 2 വരൂല, ഓപ്ഷൻ 3 വരുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ 3 വരുന്നുണ്ട്. ക്ലിയർ ആയില്ല? ഓക്കെ, ഇത് സിമ്പിളാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉപയോഗിച്ച് വെച്ചാൽ മതി. കൂടുതൽ ആലോചിച്ച് തലപുണ്ണാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നർത്ഥം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഹാസ് എ ഫോക്കൽ ലെങ്ത് 5 cm. The magnification at the least distance of distinct vision is എങ്ങനെ? A simple microscope has a focal length 5 cm. മാഗ്നിഫിക്കേഷൻ അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. എടാ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ഫോർമുലയല്ലേ 1 + d/f ചെയ്താൽ മതി. ഇനി മൈക്രോസ്കോപ്പിൻ്റെ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എടുക്കേണ്ടത്? ഫൈനൽ ഇമേജ് അറ്റ് D എടുക്കേണ്ടത് കേട്ടോ. മൈക്രോസ്കോപ്പിൻ്റെ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഫൈനൽ ഇമേജ് എന്തായിരിക്കണം? അറ്റ് D ആയിരിക്കണം. അറ്റ് D ആയിരിക്കണം. ഇനി മൈക്രോസ്കോപ്പിൻ്റെ ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പറയും. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്ത് വരും? വെറും d/f മാത്രം ഉപയോഗിച്ചാൽ മതി. എന്ത് മാത്രം ഉപയോഗിച്ചാൽ മതി? ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ d/f ഉപയോഗിച്ചാൽ മതി. ഫൈനൽ ഇമേജ് എവിടെയാണെന്ന് പറഞ്ഞാൽ അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആയതുകൊണ്ടാണ് + d/f. D എത്രയാണ്? D നമുക്കറിയാം 25 cm. ഫോക്കൽ ലെങ്ത് 5 ആണ്. സോ 1 + 25 6 അല്ലേ വരടാ? ഓപ്ഷൻ 4. ഒന്നും പറയാനില്ലല്ലോ? ഇല്ലല്ലോ? യെസ്. Question number 38. An astronomical telescope has an eyepiece of focal length 5 cm. അപ്പോൾ ഐപീസിൻ്റെ ഫോക്കൽ ലെങ്ത് 5 ആണ്. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഈ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റാ. ഈ ടെലസ്കോപ്പിൻ്റെ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? ടെലസ്കോപ്പിൻ്റെ നോർമൽ സെറ്റിംഗ് അല്ലെങ്കിൽ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. മനസ്സിലായില്ല? അതായത് മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ വളരെ അടുത്തുള്ള സാധനങ്ങൾ വലുതാക്കാനല്ലോ ഉപയോഗിക്കുക, ചെറിയ. ഓക്കെ, അത് നമുക്ക് അടുത്തുള്ള ആളുകളെ വലുതാക്കി അടുത്ത് തന്നെ കാണണം. അതാണ് നോർമൽ സെറ്റിങ്. ഫൈനൽ ഇമേജ് എവിടെ വരണം? അറ്റ് D വരണം എന്ന് പറഞ്ഞാൽ 25 cm വരണം മൈക്രോസ്കോപ്പ് ആകുമ്പോൾ. പിന്നെ അല്ലെങ്കിലോ അറ്റ് ഇൻഫിനിറ്റി എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ടെലസ്കോപ്പ് ആകുമ്പോൾ നമ്മൾ വളരെ ദൂരെയുള്ള ഇൻഫിനിറ്റിയുള്ള ഒബ്ജക്റ്റിനെയല്ലേ ഒബ്സർവ് ചെയ്യുന്നത്.
സോ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ അതിനെ മാഗ്നിഫൈ ചെയ്ത് നമുക്ക് ഇൻഫിനിറ്റി ദൂരെയുള്ള ആളായിട്ടാണ് തോന്നേണ്ടത്, പക്ഷേ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അടുത്തേക്ക് കാണണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ടെലസ്കോപ്പിൻ്റെ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതേസമയം മൈക്രോസ്കോപ്പിൻ്റെ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് അറ്റ് ഡി ആയിരിക്കും, അതായത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റിവിഷൻ. സോ ടെലസ്കോപ്പിൻ്റെ നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മാഗ്നിഫിക്കേഷൻ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താ? FO/FE ആണ്. ഒരു മൈനസ് കൊടുത്താൽ എന്ത് ചെയ്യും? സൈൻ കൺവെൻഷനും കൂടെ റെഡിയാകും. അത് എത്രയാണെന്ന് പറഞ്ഞിട്ട് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അല്ലേ? ഓക്കെ. ഇനി when the final image is at least distance of distinct division ആകുമ്പോൾ അപ്പം മാഗ്നിഫിക്കേഷൻ ഇതും m ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഡിവിഷൻ ആകുമ്പോൾ ടെലസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ? -FO/FE ഇൻറ്റു 1 + FE/D ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ ഞാനിവിടെ പറഞ്ഞു കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ആണിത്. സോ -FO/FE 10 ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 1 + FE 5 ആണ്, മറ്റേത് 25 ആണ്. ഇത് സോൾവ് ചെയ്ത ആൻസർ വരുമല്ലോ മക്കളെ. 10 + 5/25 എന്ത് വരും? 25 + 5 എത്ര വന്നു? 30/25 വരും. 30/25 അല്ലേ? 30/25 നമുക്ക് 5 വെച്ച് സോൾവ് ചെയ്താൽ 6/5 വരും. 5ഉം 10ഉം സോൾവ് ചെയ്താൽ 2 വരും. 2 × 6 12 വരും. ആൻസർ ഓപ്ഷൻ 2. ക്ലിയർ അല്ലേ? കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ടെലസ്കോപ്പിൻ്റെ രണ്ട് മാഗ്നിഫിക്കേഷൻ ഇക്വേഷനും ഉപയോഗിക്കണം. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ ഈ ഇക്വേഷൻ മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണെന്നറിയാം? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ഒന്നാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്ന ലെൻസല്ലേ? ഇതൊക്കെ ഉപയോഗിക്കുന്ന ലെൻസാണ്. ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനൊക്കെ നമുക്കറിയാം. V/U അറിയാം. ഇനി അതേപോലെ V/Uന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ മിററിൻ്റെ പറഞ്ഞ പോലെ F/F - U എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്ത് വരും? F/F + U വരും. അതെങ്ങനെ വരുന്നത് അടുത്ത ക്വസ്റ്റ്യനിലുണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 39. If the focal length of objective and eye lens are 1.2 cm, 3 cm respectively, and object is put 1.25 cm away from the objective lens and final image is formed at infinity. Microscope, final image at infinity, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. രണ്ട് ലെൻസ് ഉണ്ട് അല്ലേ? ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റി ആകുമ്പോഴുള്ള മാഗ്നിഫയിങ് പവറാണ് വേണ്ടത്. സോ രണ്ട് ലെൻസില്ലേ? സോ നെറ്റ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് ആണ്, മോമി എന്ന് പറയും അല്ലേ? ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ 1.25 കൊടുത്തിട്ടുണ്ട്. ഇമേജ് പൊസിഷൻ തന്നിട്ടുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം? ഒബ്ജക്റ്റീവിൻ്റെ കണ്ടുപിടിക്കാൻ VO/UO ചെയ്യുന്നതായിരിക്കും നല്ലത്. VO/UO ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ്. ഐ പീസിന് ഫൈനൽ ഇമേജ് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞത്? ഇൻഫിനിറ്റി. ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെയാണ്. ഫൈനൽ ഇമേജ് ആയിട്ട് ഇൻഫിനിറ്റി ആണെങ്കിൽ D/ എന്ത് കൊടുത്താൽ മതി? FE. ഇനി ഇവിടെ ഡാറ്റ കൊടുക്കണം. അതിന് VO കണ്ടുപിടിക്കണം. 1/V - 1/U = 1/F അല്ലേ? സോ VO, UO, FO. ഓക്കെ, VO എത്രയാ മക്കളെ? VO അറിയില്ല അല്ല, കണ്ടുപിടിക്കണ്ടേ? UO എത്രയാ? 1.25 അല്ലേ? സോ -1.25 = FO എത്രയാ? ഒബ്ജക്റ്റീവിൻ്റെ 1.2. ഇത് സോൾവ് ചെയ്യണം. സോ 1/VO ഇത് പ്ലസ് ആകും, അപ്പുറത്തെ സൈഡ് പോകുമ്പോൾ 1.2 - 1.25 വരും. ശരിയല്ല? 1.2 - 1.25 വരും. ഇതെങ്ങനെ സോൾവ് ചെയ്യടാ? എങ്ങനെ സോൾവ് ചെയ്യാം? 1.2 1.25 1.25 - 1.2 കൊടുക്കുക, ക്രോസ് ഇട്ടിട്ട്. സോ 1/VO = 1.25 - 0.05 വരും അല്ലേ? ബൈ 1.2 × 1.25 വന്നു. ഓക്കെ, അതായത് ഇതിനെ വേണമെങ്കിൽ മേലെ 5 നാക്കുക, താഴെ 1.2 × 125 നാക്കാം.
ഓക്കെ. സോ 5ഉം 125ഉം സോൾവ് ചെയ്താൽ 25 അല്ലേ വരിക, 25 വരിക. സോ റെസിപ്രോക്കൽ എടുത്താൽ വി ഒ ഈക്വൽ ടു 1.2 ഇൻറ്റു 25. 25ൻ്റെ 1.2 എത്രയാടാ? ഒരു 25ഉം 0.125 എന്നാൽ 2.5 30 അല്ലേ വരിക. സോ വി ഒ എത്രയാണ് വരിക? 30 വരിക. അതിവിടെ കൊടുക്കുക. 30 ബൈ യു ഒ എത്രയാ? യു ഒ 1.25. D25 എഫ് ഇ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്? 3യും കൊടുത്തിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത ആൻസർ വരില്ലേ? 3യും 30യും സോൾവ് ചെയ്താൽ ഇവിടെ എന്ത് വരും? 3യും 30യും സോൾവ് ചെയ്താൽ ഇവിടെ 10 വരും. സോ 25 ബൈ 1.25 10 ഇൻറ്റു 25 ബൈ 1.25 വരും. ഓക്കെ. 1.25 ഇൻറ്റു 10 കൊടുത്താൽ 12.5 അല്ലേ വരിക? 1.25 ഇൻറ്റു 10 കൊടുത്താൽ എത്ര വരിക? 1.25 ബൈ 10 കൊടുത്താൽ എത്ര വരും ഇവിടെ? അങ്ങനെ വേണ്ട. 10 ബൈ 1.25 നോക്കിക്കേ. 10 ബൈ 2.5 4 വരുമ്പോൾ 8 അല്ലേ വരിക? ഒന്നും കൂടി എളുപ്പം. 8 ഇൻറ്റു 25 200. യെസ്. വിച്ച് ഓപ്ഷൻ ഈസ് റൈറ്റ്? ഓപ്ഷൻ 2. ക്ലിയർ ആയില്ലേ? ഓക്കെ. 40th question. The focal length of objective and eye lens of an astronomical telescope are respectively 2 meter and 5 centimeter. Final image is formed at least distance of distinct division ഡിയിലും പിന്നെ ഇൻഫിനിറ്റിയിലും. മാഗ്നിഫൈയിങ് പവർ ഇൻ ബോത്ത് കേസസ്. അപ്പോൾ ടെലസ്കോപ്പിൻ്റെ രണ്ടും വേണം. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണെങ്കിൽ മാഗ്നിഫൈയിങ് പവറിന് എന്താ ഇക്വേഷൻ പറഞ്ഞാൽ -FO/FE ഇൻറ്റു 1+FE ബൈ ഡി ആണ് അല്ലേ. ഇൻഫിനിറ്റി ആണെങ്കിലോ -FO/FE മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ഡാറ്റ കൊടുത്താൽ പോരാ കുട്ടികളെ. എഫ് ഒ എത്രയാണ്? ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് 2 മീറ്ററും 5 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇവിടെ -2 യൂണിറ്റ് സെയിം ആക്കാൻ വേണ്ടി 2 മീറ്ററിനെ 200 സെൻറ്റിമീറ്റർ ആക്കാണ്. കാരണം വെട്ടിപ്പോലെ 5 സെൻറ്റിമീറ്റർ. 200 ബൈ 5 എത്രയാ? 40 അല്ലേ വരിക? -40 വരിക അറ്റ് ഇൻഫിനിറ്റി വരുമ്പോൾ. ഇൻഫിനിറ്റി രണ്ടാമതല്ലേ. സോ രണ്ടാമത് -40 ആൻസറാണ് വേണ്ടത്. ഇപ്പോൾ 2ഉം 3യും തെറ്റാണ്. അപ്പോൾ 1 വരാം. 4ഉം തെറ്റാണ്. കാരണം 4ൽ -40 ഇല്ലല്ലോ. അപ്പോൾ ആൻസർ 1 ആണ്. ഇനി അതിവിടെ കൊടുത്താൽ മതി. -FO/FE -40 നമുക്ക് കിട്ടി. ഇനി 1+FE ബൈ ഡി. FE ഐ പീസിൻ്റെ എത്രയാകുന്നു? 5 സെൻറ്റിമീറ്റർ. ഓക്കെ. 5 ബൈ ഡി 25 അല്ലേ അല്ലേ. സോ -40 ഇൻറ്റു 25 + 5 30 ബൈ 25 വരും. 30 ബൈ 25 എന്ന് പറഞ്ഞാൽ 30യും മേലെ 6 താഴെ 5ഉം 40യും ക്യാൻസൽ ചെയ്താൽ 8. സോ -48ഉം വരും. സോ കൺഫേം ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ. സോ ടെലസ്കോപ്പിൻ്റെ 2 ഇക്വേഷൻ ഉപയോഗിക്കുന്ന കേസ് പറഞ്ഞു. മൈക്രോസ്കോപ്പിൻ്റെയും 2 ഇക്വേഷൻ ഉപയോഗിക്കുന്ന കേസുകൾ പറഞ്ഞു. ഇതൊക്കെ എന്താണ്? നോർമൽ ലെൻസുകളാണ്. ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കാം? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചതുപോലെ VO/UO V/U എന്നുള്ള ഫോമുല ഉപയോഗിക്കാം. ഓക്കെ. സോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യൻ്റെ ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മോസ്റ്റ് ഓഫ് ദ കൺസെപ്റ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നന്നായി പഠിക്കുക. ഇറ്റ്സ് മീ HKM സൈനിങ് ഓഫ്. താങ്ക് യു.